പ്രത്യേകിച്ച് മമ്മൂട്ടിയെ സംബന്ധിച്ചോളം മമ്മൂട്ടിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. മമ്മൂട്ടിക്ക് എന്നും പുതിയത് അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നതാണ്. മോഹൻലാലിനത് ഇറ്റ് കംസ് നാച്ചുറലി എന്ന് പറയുന്നവരാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്ന ആളൊന്നുമല്ല മോഹൻലാൽ. ലാൽ അങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കാറില്ല. ലാലിലേക്ക് എത്തുന്നതിൽ നല്ല കാര്യങ്ങൾ എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. എല്ലാവരും ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ളവന്മാരെല്ലാം നിരൂപകന്മാരായി മാറിയിട്ടുണ്ട്. അപ്പോൾ ലോഹി പറഞ്ഞു എൻ്റെ നായകൻ ചാവേറാണ്, തോക്കാൻ വന്നവനാണ്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സിനിമകൾ കണ്ടുവന്നിട്ടുണ്ടായ ഇൻസ്പിറേഷനാണ്. ആക്ച്വലി സിനിമയെക്കുറിച്ചുള്ളൊരു നമ്മൾ സാധാരണ ആ കാലത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ യൂസ് ടു വാച്ച്. നമ്മൾ ഈ സിനിമ ആക്ടേഴ്സിൻ്റെ പേര് വെച്ചിട്ടാണ്, നസീറിൻ്റെ സിനിമ, സത്യൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടുകാർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൊണ്ടുപോകുന്ന അങ്ങനത്തെ സിനിമകൾ കാണുക എന്നുള്ളത്. അല്ലാതെ ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് അന്വേഷിച്ചിട്ടൊന്നും പോകുന്ന ആരുമില്ല. പക്ഷേ വളരെ ആക്സിഡൻ്റലായിട്ട് ഞാനൊരു സിനിമ ഇതുപോലെ വീട്ടുകാർ കൊണ്ടുപോയി കണ്ട ഒരു സിനിമ എന്നെ വല്ലാതെ ഹുക്ക് ചെയ്തു. എനിക്ക് അത് സിനിമ കണ്ടപ്പോൾ ഞാൻ അതുവരെ കണ്ട സിനിമയുടെ ഒരു ഫോർമാറ്റിൽ നിന്ന് മാറിയുള്ളൊരു സ്റ്റോറി ടെല്ലിങ് വന്നു. ദാറ്റ് വാസ് ഇൻ 1970. സിനിമയുടെ ഡയറക്ടർ ആരാണെന്നോ അതിൻ്റെ ആക്ടേഴ്സോ ഒന്നും ശ്രദ്ധിച്ച് പോയതല്ല. സാധാരണ മാസത്തിൽ 1-2 സിനിമ വീട്ടിൽ നിന്ന് പേരൻസുമായിട്ടൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോയി കണ്ട ആ സിനിമയുടെ പേര് അഭയം എന്നാണ്. അതിൻ്റെ ഡയറക്ടർ രാമുക്കാരിയാട്ടമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം രാമുക്കാരിയാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ചെമ്മീൻ ചെയ്ത ഡയറക്ടറാണെന്നൊക്കെ. അത് പെരുമ്പടവും ശ്രീധരനാണ് എഴുതിയത്. പിന്നെ അതിലുപയോഗിച്ച പാട്ടുകളൊക്കെ ജി ശങ്കരക്കുറുപ്പ് പോലെയുള്ള മഹാകവി ജി ശങ്കരക്കുറുപ്പ് പോലെയുള്ള അല്ലെങ്കിൽ അക്കാലത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള പോയറ്റ്സ് തന്നെയാണ് അതിൻ്റെ ഓരോ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പ്രത്യേകതയുള്ള സിനിമ. അതുവരെ കണ്ട നമ്മൾ സിനിമ കണ്ടിറങ്ങിയാൽ ആരാണ് CID എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നത്. അതാണ് എല്ലാവരുടെയും ഒരു ക്യൂരിയോസിറ്റി. ഒരു സിനിമയിൽ നസീറാണ് CID എങ്കിൽ ചിലപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മറാവും CID. അത്തരത്തിലുള്ളൊരു ക്യൂരിയോസിറ്റി മാത്രമേ അന്ന് സാധാരണ ഒരു ലേമൻ വ്യൂവറിനുണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ വേറൊരു പേസ്, നമ്മൾ കാണാത്തൊരു പേസിലൊക്കെ പോയിട്ട് അപ്പോൾ തൊട്ടാണ് സിനിമയെക്കുറിച്ച് ഞാനൊന്ന് ഗൗരവമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. തൊട്ട് പിന്നാലെ സ്വയംവരം തിയേറ്ററിൽ പോയി കാണുമ്പോഴും എനിക്ക് ആ സിനിമയുടെ എൻഡിങ്ങിൽ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നി ഇവിടെ ഈ സിനിമ അവസാനിക്കും എന്ന് വിചാരിച്ചു. അവിടെ ആ സിനിമ അവസാനിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ തിങ്കിങ്ങുമായിട്ട് അത് ആ ഒരു കഥ അടച്ചിട്ട് ഈ ഇതിൻ്റെ കഥ അടച്ച് ഈ ശാരദ ഈ തിയേറ്റർ തിരിഞ്ഞ് കഥയിൽ ചാരി നിൽക്കുന്നിടത്ത് ആ സിനിമ എൻഡ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് സിനിമ എൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡായി തോന്നി. എൻ്റെ ഒരു ത്രോട്ട് പ്രോസസ്സായിട്ട് അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ സമയത്ത് തന്നെ ഐ യൂസ് ടു ട്രൈ ടു ക്രിട്ടിസൈസ് പണ്ടൊക്കെ നമ്മുടെ മാതൃഭൂമിയിലൊക്കെ കോഴിക്കോടൻ സിവിക് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഫിലിം ക്രിറ്റിസിസം ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിട്ട് അതിൻ്റെ ഒരു റിപ്ലിക്ക പോലെ ഞാൻ ഓരോ സിനിമ കണ്ടാൽ ഐ യൂസ് ടു സ്റ്റാർട്ട് എ റിവ്യൂ ഓഫ് ദാറ്റ്. സ്വയമായിട്ട് റൈറ്റ് ആരെയും കാണിക്കാറുണ്ട്, ഞാൻ തന്നെ എഴുതി. എനിക്ക് എൻ്റെ ടെക്നിക്കൽസ് ഒന്നും അറിയില്ല. ഇവരൊക്കെ എഴുതുന്ന ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ സ്വയമായിട്ട് ഞാൻ കണ്ട സിനിമയെ ഞാൻ തന്നെ ഒന്ന് അവലോകനം ചെയ്തെന്ന് എഴുതാറുണ്ടായിരുന്നു. അതൊന്നും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു വല്ലാത്ത പ്രത്യേക ഇൻട്രസ്റ്റ് സിനിമയുടെ ഒരു സിനിമയെക്കുറിച്ചുണ്ടായി. പക്ഷേ സിനിമയിൽ ഞാൻ ആരെങ്കിലും ആകണമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫിലിം ഡയറക്ടറാകുമെന്നോ അല്ലെങ്കിൽ പക്ഷേ സിനിമ എനിക്കൊരു പാഷനായിരുന്നു. സിനിമയിൽ എനിക്കൊരു സ്പേസ് അവിടെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുള്ളിലുണ്ടായിരുന്നു. ഫിലിം അതേതാണ്, ഏത് പൊസിഷനിലാണ് ഞാൻ എത്താൻ പോകുന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിൽ എത്തേണ്ടത് അറിയില്ല, അതിന് വഴി അറിയില്ല, ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അറിയില്ല. അതിനെ വേണ്ടി ചിന്തിച്ചിട്ടില്ല. ബട്ട് എനിക്കങ്ങനെ ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ സിനിമ തുറന്നു വരുന്നൊരു മിറക്കിൾ സംഭവിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഇവരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നവോദയയിൽ ദേ ആർ ലുക്കിംഗ് ഫോർ ന്യൂ
റൈറ്റേഴ്സ് അവരുടെ ഒരു സ്റ്റോറി ഡിസ്കഷന് വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നവോദയ അന്ന് വലിയ ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമ ചെയ്തു, തച്ചോളിയമ്പു. അത് കഴിഞ്ഞൊരു കടത്തനാട്ട് മാക്കം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ പുതിയ റൈറ്റേഴ്സിനെ അവരുടെ സ്റ്റോറി ഡിസ്കഷന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ജിജോ എൻ്റെ ഒരു വർഷം ജൂനിയറായിട്ട് സ്കൂളിൽ പഠിച്ച ആളാണ്. ജിജോയുടെ ക്ലാസ്മേറ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ അയാൾ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയും അപ്പോൾ അയാൾ സജസ്റ്റ് ചെയ്യാൻ കാര്യം ഞാൻ ചെറിയ കോളേജ് മാഗസിനിലൊക്കെ ചെറുതായിട്ട് കഥ എഴുതും. പിന്നെ ഫിലിം സൊസൈറ്റി ആലപ്പുഴയിൽ ഒരു ഫിലിം സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മളവിടെ ഫിലിം സൊസൈറ്റീസ് ഇല്ലായിരുന്നു. അതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുകയൊക്കെ ചിലപ്പോൾ എനിക്കെന്തോ സിനിമയിലൊരു താല്പര്യമുണ്ടെന്ന് തോന്നിയിട്ട് അവൻ പോയി പറയായിരുന്നു. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പം അന്ന് അവർ ദേ ആർ പ്ലാനിങ് എ മൂവി ബേസ്ഡ് ഓൺ മാപ്പിള ലഹള, മലബാർ കലാപത്തിൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് അവിടെ ചെന്നത്തെ ദിവസം കുറേ ബുക്ക് തന്നു, ഇതിനെപ്പറ്റി എഴുതപ്പെട്ടിട്ടുള്ള കുറേ ബുക്ക്സ് ജിജോ എന്നിട്ട് പറഞ്ഞു ഒരാഴ്ച പോയി വായിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി വായിച്ച് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു ഇനി നമുക്ക് വിൽ ഗോ ടു മലബാറിലേക്ക് പോയിട്ട് ആക്ച്വൽ ഈ കലാപം നടന്ന ഏരിയയിൽ പോയി ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെയൊക്കെ പോയി ഇൻ്റർവ്യൂ ചെയ്യാം. ദാറ്റ് വാസ് ഇൻ 1978. അവിടെ പോയി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നുമില്ല നമുക്കൊന്നും, പഴയ ഗ്രണ്ടിങ്ങിൻ്റെ ടേപ്പ് റെക്കോർഡിലൊക്കെ പോയിട്ട് സ്റ്റുഡിയോയിൽ തന്നെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ട്, അയാളായിട്ട് പോയി ഈ തിരുവരങ്ങാടി മലപ്പുറത്ത് അങ്ങനത്തെ ഉള്ള ഏരിയകളിലൊക്കെ പോയി കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ഞങ്ങളിത് ഒരാഴ്ചയോളം ഇൻ്റർവ്യൂസൊക്കെ ചെയ്ത് ഇതിൻ്റെ ഒരു ഡേറ്റാസും അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയ്ക്ക് മാപ്പിള ലഹള എന്ന പേരിട്ടിരുന്നത്. അനൗൺസ്മെൻ്റ് ഒന്നും വന്നില്ല. പക്ഷേ ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ആ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നപ്പം പെട്ടെന്ന് അവിടുത്തെ ഒരു ലോക്കൽ പേപ്പറിൽ ഒരു വാർത്ത വരികയാണ്, മലബാർ കലാപത്തെക്കുറിച്ച് ക്രിസ്ത്യാനികൾ സിനിമ എടുത്താൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് വെച്ചൊരു കോൺട്രവേഴ്ഷ്യലായിട്ടുള്ളൊരു റൈറ്റപ്പ് വന്നു. ചന്ദ്രിക പത്രത്തിലാണ് വന്നത്. അത് കണ്ടപ്പോൾ അപ്പച്ചൻ സാറ്, നവോദയ അപ്പച്ചൻ സാറ് പറഞ്ഞു ഇനി ഈ പരിപാടി നിൽക്കേണ്ട, നിങ്ങൾ പോരണം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പോകുന്നൊരു പ്രോജക്റ്റാണ്, സിനിമാസ്കോപ്പാണ്, അപ്പം നിങ്ങൾ ഈ പരിപാടി വേണ്ട, നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് എത്താൻ സമയത്ത് ഇഷ്യൂസ് ഉണ്ടായി, ഇത് റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് വേണ്ട, അങ്ങനത്തെ ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അത് ആ പ്രോജക്റ്റ് അങ്ങ് അവർ ഷെൽ ഔട്ട് ചെയ്തത്. അതുകൊണ്ട് അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുമ്പിൽ ബ്ലാങ്ക് ഇനി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ വീട്ടിലാണ് എന്നെ പ്രഷറുണ്ട്, ഞാൻ BCom കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്ത CA ചെയ്യണമെന്നൊക്കെ പറയുന്ന എനിക്ക് ഒരിക്കലും അതുമായിട്ട് ഒട്ടും ശരിയാകത്തില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കമ്പനി സെക്രട്ടറീസിൻ്റെ ഒരു കോഴ്സുണ്ട്, അത് പോസ്റ്റലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ വരുത്തി വീട്ടുകാരെ കാണിച്ചിട്ട് അതവിടെ വെച്ച് അത് തുറന്നു നോക്കിയിട്ടില്ല. അപ്പോഴും ഞാൻ ഈ ഫിലിം സൊസൈറ്റി സിനിമകളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വിചാരിച്ച് ജിജോ വീണ്ടും എന്നെ കണ്ടു, നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ വന്ന് വർക്ക് ചെയ്യാൻ പറയും, അസിസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ചെല്ലുന്നു, ആ പടത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത്. ആ സിനിമയാണ്, അത് മാമാങ്കം എന്ന് പറയുന്ന സിനിമയാണ്. ദാറ്റ് വാസ് ഇൻ 1979. പിന്നെ അവരുടെ തന്നെ പ്രൊഡക്ഷൻസിൽ തീക്കടൽ എന്ന് പറഞ്ഞ സിനിമ അവിടെ ചെയ്തു. അത് ഫാസിലിൻ്റെ സ്ക്രിപ്റ്റിൽ അപ്പച്ചൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ഉള്ളൊരു കൺസെപ്റ്റിൽ ഫാസിലും ജിജോയും ഒക്കെ ചേർന്നാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അവരുടെ കൂടെ ഞാൻ അസോസിയേറ്റായി വർക്ക് ചെയ്തു. ദെൻ കംസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ മാമാട്ടിക്കുട്ടിയമ്മ, അങ്ങനെ പടയോട്ടം കഴിഞ്ഞിട്ട് മാമാട്ടിക്കുട്ടിയമ്മ. പടയോട്ടം എത്തിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഒരു കോ ഡയറക്ടറിലേക്ക് ഒരു ലെവലിലേക്ക് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ ശരിക്കും ഇൻവോൾവായിട്ടൊരു ശരിക്കും ഒരു ക്രിയേറ്റീവ് സൈഡിൽ കുറച്ചുകൂടെ എനിക്കൊരു ഇൻപുട്സ് അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയത് അവിടെയാണ്. അവിടുത്തെ ആ പഠനമാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ഉള്ളത്. ടെക്നിക്കൽ ഏരിയയിലുള്ളൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടുന്ന് കിട്ടിയൊരു ലേണിംഗ് ആണ്. കാരണം അവിടെ സാധാരണ അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് ആദ്യം ഒരു സിനിമയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോകാം, അതിന് പിന്നെ അവർക്ക് സ്പേസ് ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാലും എന്നെ മദ്രാസിലേക്ക്, ആദ്യത്തെ സിനിമയ്ക്ക് എന്നെ മദ്രാസിലേക്ക് കൊണ്ടുവന്നു. മദ്രാസിൽ
അങ്ങനെയാണ് കോടമ്പക്കം സിനിമ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാം. എഡിറ്റിംഗ് റൂം അവിടെ തന്നെയാണ്. അപ്പോൾ രാത്രി വൈകിയും എഡിറ്ററുടെ അസിസ്റ്റൻസിൽ നിന്ന് പണി ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്നവർ അന്ന് ഫിലിമിലാണ്. അപ്പം എല്ലാം നമ്മൾ കൈകൊണ്ട് ചെയ്യേണ്ട ജോലികളാണ്. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൽ വിരൽ ഞെക്കിയാൽ വരുന്ന കാര്യമാണ്. എല്ലാം നമ്മൾ ഷോട്ട് ബൈ ഷോട്ട് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ച് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരുന്നത് എന്തിനാണ് ഞാൻ ഷൂട്ടിംഗ് ചെയ്തപ്പോൾ ചെയ്ത പല കാര്യങ്ങൾ എന്തിനാണെന്നുള്ള എൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെ എഡിറ്റിംഗ് ടേബിളിൽ എനിക്കത് ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിച്ചു വരാൻ തുടങ്ങിയതുകൊണ്ട് അതാണ് എന്നെ കുറച്ചും കൂടെ ഒരു ടെക്നിക്കലി ഒരു അതിൻ്റെ ഗ്രാമാറ്റിക്കലി സിനിമയുടെ ആ ഗ്രാമറൊക്കെ കൃത്യമായിട്ട് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിപ്പോഴും എന്നെ ആ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് അന്നത്തെ ഒരു ലേണിങ്ങാണ്. അതെ, റൈറ്റിംഗ് ഹെൽപ്പറായിട്ടാണ് ചെന്നത്, അല്ലെങ്കിൽ ആ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്കാണ് ചെന്നത്. പക്ഷേ ആ പ്രോജക്റ്റ് ക്യാൻസലായി കഴിഞ്ഞോണ്ട് പിന്നെ ഡയറക്ഷൻ ടീമിലേക്ക് വന്നു. പക്ഷേ അവിടെയും ഉള്ളൊരു ഇപ്പോൾ പലയോട്ടം എന്ന് പറയുന്ന സിനിമ നടക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഇതുപോലെ ഞങ്ങളൊരു ടീമാണ് അതിൻ്റെ വർക്ക് ചെയ്തത്. ആ സമയത്ത് പ്രിയദർശൻ അവിടെ വന്നു. പ്രിയദർശൻ മഞ്ഞിലും മഞ്ഞ പൂക്കളിലേക്കൊരു ലാസ്റ്റ് ഷെഡ്യൂൾ, ഒരു 3-4 ഡേയ്സ് ഷെഡ്യൂൾ ആലപ്പുഴയിൽ നടക്കുമ്പോൾ മോഹൻലാലിൻ്റെ കൂടെ അവിടെ വന്നതാണ്. ഇങ്ങനെ മോഹൻലാൽ പുള്ളിക്ക് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ളതുകൊണ്ട് മോഹൻലാൽ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ആ 2-3 ഷൂട്ടിങ്ങിൽ പ്രിയൻ അവിടെ ഉണ്ടായിരുന്നു. അവർ പരിചയം വെച്ചിട്ട് പ്രിയൻ പിന്നെ അടുത്ത പ്രോജക്റ്റിലേക്ക് അവിടെ കയറുകയും ഈ പടയോട്ടത്തിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഡിസ്കഷനകത്തൊക്കെ പ്രിയനും ജിജോയും ഞാനും ഒക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പം അവിടുത്തെ ഒരു അവിടെ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്കെല്ലാം നമുക്ക് ആ ഒരു എന്താണ് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന തൊട്ട് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരെ നമുക്ക് കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അത് അവിടെ ആയതുകൊണ്ടാണ്. വേറൊരു പ്രൊഡക്ഷൻ ഹൗസിലോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രൊഡ്യൂസറോ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടാറില്ല. അപ്പോൾ അവിടുത്തെ ഒരു ട്രെയിനിങ്ങാണ് എന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഈ പടങ്ങൾ കഴിഞ്ഞ് ആ സമയത്തേക്ക് പ്രിയൻ ഇൻഡിപെൻഡൻ്റായിട്ടൊരു പടം ചെയ്തു. അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരേ മുറിയിൽ താമസിക്കുകയും അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പം തമാശക്കായിട്ട് പറഞ്ഞാണ്, നമ്മളിൽ ആർക്കാണോ ആദ്യം സിനിമ കിട്ടുന്നത് അപ്പോൾ അയാളുടെ കൂടെ മറ്റേ ആളുണ്ടാവണം എന്ന് പറയുന്നൊരു ഞങ്ങൾ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. പ്രിയനത് ഞാൻ മറന്നുപോയി. പ്രിയനത് അയക്ക് പടം കിട്ടിയപ്പോൾ ഓർത്തിട്ട് എൻ്റെ വീട്ടിൽ ആലപ്പുഴയിൽ വന്നു. പറഞ്ഞ് നമ്മളൊന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട് താൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ പ്രിയൻ അത്ര അസിസ്റ്റൻ്റായിട്ടായിട്ട് പ്രിയൻ അധികം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ടെക്നിക്കൽ ഏരിയയിൽ പ്രിയൻ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് വേണമായിരുന്നു. അതുകൊണ്ടാണ് എന്നെയും കൊണ്ടുപോയത്. അങ്ങനെ പ്രിയൻ്റെ കൂടെ ആദ്യത്തെ 2 സിനിമ ചെയ്തു. ആ 2ാമത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കുള്ളൊരു ഓഫർ വരുന്നു. അങ്ങനെയാണ്. ഇതൊന്നും പറയാം, ഒരു ഡെലിബറേറ്റ് ആയിട്ടൊരു ഐറ്റംസ് ആണ്. നേരത്തെ പറഞ്ഞ ഓഡിയോ ഇതിൻ്റെ റൈറ്റ്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് മ്യൂസിക്കലി ഒരു മ്യൂസിക്കൽ പ്രത്യേകിച്ച് അർത്ഥം ഒരു മ്യൂസിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള അതൊന്ന് പറയാമോ? മ്യൂസിക്കുമായിട്ടുള്ളൊരു ബേസിക്കലി എനിക്ക് ഒരു ആദ്യകാലത്ത് സിനിമ ഞാൻ സ്വന്തം ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പാട്ടുകൾ ഷൂട്ട് ചെയ്യാനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം അതെനിക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്തിനാണ് സിനിമയിൽ പാട്ട്? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, സങ്കടം വരുമ്പോഴാണെങ്കിലും സന്തോഷം വരുമ്പോഴാണെങ്കിലും പ്രണയം വരുമ്പോഴാണെങ്കിലും നമ്മളൊക്കെ പാടിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നൊരു ബേസിക് ലോജിക്ക് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സിനിമയിൽ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ കൺസെപ്റ്റിൽ അങ്ങനെ ഉണ്ടല്ലോ, പാട്ടുണ്ടാവണം, എത്ര പാട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ആദ്യത്തെ സിനിമകളൊക്കെ പാട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത് ഷൂട്ട് ചെയ്യുന്നതിനകത്ത് ഞാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അതൊരു ഡാൻസ് മാസ്റ്ററൊക്കെ വന്നേക്കും ഞാൻ കൂടെ നിൽക്കും, അങ്ങ് ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കാരണം ഗ്രൂപ്പ് ഡാൻസൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആദ്യമായിട്ടൊരു അങ്ങനെ പാട്ട് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങുന്നത് ഒന്ന് കിരീടം ചെയ്യുമ്പോഴാണ്. അതിൻ്റെ കണ്ണീർ പൂവിൻ്റെ പാട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 2 പാട്ടുകളുണ്ടായിരുന്നു. ആക്ച്വലി അതിന് മുമ്പൊരു പാട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് മോഹൻലാലിൻ്റെയും പാർവതിയുടെയും ക്യാരക്ടേഴ്സിൻ്റെ ഒരു എന്താണ് ഇൻറ്റിമസിയൊക്കെ വർക്ക് ചെയ്യുന്ന അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്രണയകാലം എന്നൊക്കെ പറയുന്ന രീതിയിലൊരു പാട്ടുണ്ടായിരുന്നു.
അത് കുറേയൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് പോയി എന്തിനാണെന്നുള്ളത്. കാരണം ഓൾറെഡി വി ഹാവ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഐ ആർ ഗോയിങ് ടു മാരി. പിന്നെ അതിനകത്തൊരു പാട്ടിൻ്റെ ആവശ്യം, അതൊക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് അത് നിർത്തി. ഞാൻ ലോകത്ത് പറഞ്ഞു ഈ പാട്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണീർ പൂവിൻ്റെ പക്ഷേ അതിൻ്റെ ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമാണ്. അതില്ലാതെ ആ പാട്ടിനൊരു എക്സിസ്റ്റൻസ് ഇല്ല, അല്ല സിനിമയ്ക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. അതിൻ്റെ ഒരു ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് അയാൾ എവിടെയാണ്, അയാൾ പോയി കഴിയുമ്പോൾ അയാളുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനകത്തോടെ പറഞ്ഞു പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ആ സോങ്ങിനായിട്ട് ഞാൻ തന്നെ എൻ്റേതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടാണ് ആ സോങ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നതിനകത്തൊരു കാരണമുണ്ട്, ഇത് കഥ പറയാനുള്ളതാണ്. ആ കഥയെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് വന്നപ്പോൾ അത് എനിക്ക് തോന്നിയിരുന്ന ഇത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പാട്ടുകൾ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഹിസ്ഖാന ശബ്ദമുള്ള ചെയ്യുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പാട്ടുകൾ ചെയ്യാൻ തുടങ്ങി. കാരണം ആ സിനിമയിലെ പാട്ടുകളെല്ലാം സിനിമയുടെ ഭാഗമാണ്, കഥ പറയുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനില്ല. അപ്പം ഞാൻ വളരെ സിൻസിയറായിട്ട് അതിനെ അപ്രോച്ച് ചെയ്തു. പിന്നെ ഭരതം ചെയ്യുമ്പോഴാണെങ്കിലും കമലദളം ചെയ്യുമ്പോഴാണൊക്കെയും എനിക്ക് കംഫർട്ടബിളായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതൊരു ഒരു പ്രത്യേകമായി കാണാം. പാട്ട് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ബേസിക്കലി ഞാൻ റൈറ്റിംഗ് ഏരിയയിലേക്കാണ് എൻട്രി കിട്ടിയെങ്കിൽ പോലും ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. എൻ്റേതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആ എഴുതി തുടങ്ങിയ കാലത്ത് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു മീഡിയം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് അല്ല, വിഷ്വലാണ് എന്നുള്ളൊരു തോന്നൽ ആദ്യകാലത്ത് സിനിമയിലെത്തുന്നതിന് മുമ്പ് എനിക്ക് തോന്നി. എനിക്ക് എഴുത്തല്ല വഴങ്ങുക, എനിക്ക് ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പറ്റും എൻ്റെ മനസ്സിലുള്ളത്, എഴുതി അത്രയും ഫലിപ്പിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നതോടുകൂടിയാണ് ഞാൻ എഴുത്തിൽ നിന്ന് പുറകോട്ട് മാറിയത്. അപ്പോൾ സിനിമ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ഞാൻ കഥ കേൾക്കുന്നതിനാൽ കൂടുതൽ കഥ കാണുകയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്ന് കഥ പറയുമ്പോൾ ഞാനത് കഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഷോർട്സ് വന്നുകൊണ്ടിരിക്കുക എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന കഥയിൽ നിന്ന് ഞാൻ വിട്ടുപോയി ഞാൻ എൻ്റെ ഷോട്ടിൻ്റെ പുറകെ സഞ്ചരിക്കും. കുറേ കഴിയുമ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്, ഞാൻ ചോദിച്ചാൽ അവിടെ നിന്ന് ഒന്നുകൂടെ പറയാൻ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു വിഷ്വൽ ഒരു ഏരിയയിലേക്ക് എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങളെ പെട്ടെന്ന് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ കഥകൾ എൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴും ഞാൻ ആദ്യം അതിന് വിഷ്വലൈസ് ചെയ്ത് തുടങ്ങും ഫസ്റ്റ് കേൾക്കുന്ന മൊമെൻറ്റ് തന്നെ. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നും ഞാനിത് ഓടുന്ന പടമാവുമോ ഇത് ഓഡിയൻസ് സ്വീകരിക്കുമോ എന്നുള്ളതിനേക്കാളും എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്നെ ഇത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ ഇത് എനിക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മൊമെൻറ്റിലാണ് ഞാനത് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ജോണറിലുള്ള സിനിമകൾ ചെയ്തത് അങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുന്നില്ല. അത് വരുന്നത് കഥകൾ. ഇപ്പോൾ ആദ്യം സിനിമ ഞാൻ ഈ മുത്താരംകുന്ന് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആദ്യം നവോദയയുടെ തന്നെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അത് അവിടെ നിന്നൊരു ഓഫർ വന്നു. പടയോട്ടം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത സിനിമ അവിടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കഥകൾ കുറേ അന്വേഷിച്ച് വന്നിട്ടാണ് അതിൽ പല കഥകൾ വന്ന് അവസാനം ഫൈനലി ഉണ്ടായി വന്നൊരു കഥയാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ. അത് ഞാൻ പിന്നീട് ആഫ്റ്റർ 17 ഇയേഴ്സാണ് ഞാനത് സിനിമ ചെയ്തത്. പക്ഷെ അന്നത്തെ കഥ ഇതിനേക്കാളും നന്നായിരിക്കുമായിരുന്നു എന്ന് എനിക്കിപ്പോഴും അറിയാം. കാരണം അതിൻ്റെ ഇനീഷ്യൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 7 വയസ്സുള്ള കുട്ടിയാണ്. അയാൾക്കുണ്ടാകുന്ന ഡ്രീംസിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ സ്പിരിച്വൽ ബോഡിയുടെ അല്ലെങ്കിൽ ഒരു പണ്ട് മരിച്ചുപോയ ഒരാൾ അയാളെ കാത്തിരിക്കുന്ന കാമുകിയെ ഇപ്പോഴും അയാളെ കാത്തിരിക്കുന്നവരോട് ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റിന് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നതായിട്ടാണ് ആ കഥ ഉണ്ടായിരുന്നത്. അന്ന് നസറുദ്ദീൻ ഷാ, മാധവി എന്നിവരുള്ളവരൊക്കെ കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാനിങ്ങനെ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റാണ്. ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തു. പക്ഷേ ആ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്തില്ല. ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ ഉൾപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിയാദ് കോക്കർ എൻ്റെ അടുത്ത് നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണമെന്ന് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ രണ്ടാമത് ആ സ്ക്രിപ്റ്റ്, അന്ന് എഴുതിയ സ്ക്രിപ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുറേയൊക്കെ പൊടിഞ്ഞു പോയ അവസ്ഥയിൽ
അത് രണ്ടാമത് എടുത്ത് വർക്ക് ചെയ്ത് അതൊരു ടീനേജ് ആൾക്കാരിലേക്ക് കൊണ്ടുവന്നു, ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് ആ ഒരു കൺസെപ്റ്റാക്കി. പ്രോട്ടഗണിസ്റ്റ് അങ്ങനെ ഒരാളായി. അങ്ങനെ വന്ന് വർക്ക് ചെയ്ത് വരുന്ന ഘട്ടത്തിലാണ് മോഹൻലാൽ ഈ കഥ കേൾക്കുകയും മോഹൻലാൽ വളരെ ഒരു ഫ്ലൈറ്റ് മിസ്സായി ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ താമസിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വിളിച്ച് അങ്ങനെ പോയി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ അടുത്ത സിനിമ എന്ന് ചോദിച്ചു. ഈ കഥ പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്യാം എന്ന് പുള്ളി ഇങ്ങോട്ട് ഓഫർ ചെയ്യണം. അപ്പോൾ പ്രൊഡ്യൂസർ ചെടിയെ ഞാൻ പറഞ്ഞത് അയാൾ ശരിയാവില്ല, കാരണം ഇത് കോളേജ് ക്യാമ്പസിലുള്ള പഠിക്കുന്ന കുട്ടികളെ. അപ്പോൾ ലാലു പറഞ്ഞത് അത് ഒന്ന് മാറ്റിയെടുത്താൽ മതി, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യും, നല്ല കഥയാണുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പ്രഷറിൽ നിന്ന് രണ്ടാമത് മാറ്റേണ്ടി വന്നത്. പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ പ്രഷർ ഉണ്ടായപ്പോഴാണ് ഇപ്പോഴുണ്ടായ കമലതളം ദേവദൂതനുണ്ടായത്. ക്യാരക്ടറെ മോഹൻലാലിലേക്ക് അത് മാറ്റി പ്ലേസ് ചെയ്ത്, അതാണ് എനിക്ക് ഇപ്പോഴും അത്ര എന്താണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇയാളൊരു ഓൾഡ് സ്റ്റുഡൻ്റ് ആക്കുകയും അവിടെ പിന്നെ അയാളുടെ അന്നത്തെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു ഹീറോയിക്ക് ഇമേജ്, സൂപ്പർ ഹ്യൂമൻ കഥകളൊക്കെ. അപ്പോൾ അതിൻ്റെയിലേക്കൊക്കെ കുറേ കാര്യങ്ങൾ കയറ്റുക, ഹ്യൂമർ കയറ്റുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു കുറേ കാര്യങ്ങളിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് തന്നെ വെള്ളം ചേർക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അതെനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഡൈജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല അതിനകത്ത് പലതും നമ്മളത് ചെയ്തത്. പക്ഷെ അന്നത് ചെയ്യേണ്ടി വന്നു. അതൊരു പ്രൊഡ്യൂസറുടെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ അപ്രോച്ച് ആ സിനിമയെ അങ്ങനെ കണ്ടതാണ്. എനിക്കും റൈറ്റർക്കും അതിനകത്ത് പൂർണ്ണമായിട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. രഘുനാഥ് പലേരി ആയിരുന്നില്ല റൈറ്റർ. ഈ ദേവദൂതൻ അന്ന് ഇറങ്ങിയ സമയത്ത് അത്ര ഹിറ്റ് അല്ലായിരുന്നെങ്കിലും ലേറ്റ് ആയിട്ടൊരു അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോഴാണെങ്കിലും യങ്സ്റ്റേഴ്സ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പം ഈ ലേറ്റ് അക്സെപ്റ്റൻസിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് വലിയ സന്തോഷമൊന്നും തരുന്നില്ല. കാരണം ആ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു ഞാനീ പറഞ്ഞ ഫ്ലോസൊക്കെ അതിനുണ്ടായിരുന്നെങ്കിൽ പോലും അതുവരെ മലയാള സിനിമയിൽ ഉണ്ടാകാത്ത ഒരു ഡിഫറെൻ്റ് അപ്രോച്ചുള്ളൊരു മൂവിയായിരുന്നു. ഈവൻ സ്റ്റോറിയുടെ കൺസെപ്റ്റ് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ആണെങ്കിലും ഇതൊക്കെയും അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്തൊരു ക്വാളിറ്റിയിലുണ്ടായിരുന്നതാണ്. പലരും അന്നത്തെ കാലത്ത് തന്നെ ആ സിനിമ കണ്ടുവന്നത് ഒരു ഹോളിവുഡ് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. അതിൻ്റെ സൗണ്ട് ചെയ്തിരുന്നത് എ.ആർ. റഹ്മാനൊക്കെ അന്ന് സൗണ്ട് ചെയ്തിരുന്നിട്ട് ഒരു അതിൻ്റെ പേര് പറഞ്ഞത് ശേഖറോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനും കയ്യിൽ ഇത്രയും നല്ലൊരു അദ്ദേഹം ചെയ്ത ഏറ്റവും ബെസ്റ്റ് വർക്ക് എന്നൊക്കെ അത് പറയുന്നതാണ്. അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണത്. അപ്പോൾ അന്നത് ഭയങ്കര ഡിസാസ്റ്ററായിപ്പോയി. അത് പ്രൊഡ്യൂസറെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പോൾ അത് എന്നെയും വല്ലാതെ എൻ്റെ ഏറ്റവും വലിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയൊരു സ്റ്റേജായിരുന്നു അത്. ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അന്നുണ്ടായ നഷ്ടങ്ങളും സെറ്റ് ബാക്സും ഒന്നും ഇല്ലാതായി തീരുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഇപ്പോൾ അത് എൻജോയ് ചെയ്യുന്നത് അതിന് ശേഷം ഉണ്ടായ ആൾക്കാരാണ്. കാരണം ഒരു 2000-ലാണ് ഇറങ്ങുന്നത്, ഇപ്പോൾ 2024 ആകുന്നു. അപ്പോൾ ഒരു ടീനേജ് കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലേക്ക് 10-20 വയസ്സ് 25 താഴെയുള്ള കുട്ടികളായിരിക്കും ഇത് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ ഒരു നഷ്ടങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു 4K വേർഷൻ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അത് റീ എഡിറ്റഡ് വേർഷനായിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതിന് വർക്ക് നടക്കുന്നുണ്ട് അവർ. അത് ഇല്ല, അത് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ആ ഒറിജിനൽ വേർഷൻ ആയിരിക്കത്തില്ല, ഞാൻ അതിനകത്തൊരു എഡിറ്റിംഗ് ചെയ്യേണ്ടി വരും, അത് ചെയ്യാൻ പറഞ്ഞു. ഈ ദേവദൂതൻ എനിക്ക് എൻ്റെ ഒറിജിനൽ വേർഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മലയാളത്തിലല്ല, ഇനി മലയാളത്തിൽ ഇനി പറ്റില്ലല്ലോ, വേറെ ഏതെങ്കിലും ഭാഷയിൽ അതിൻ്റെ ഒറിജിനൽ തോട്ടുണ്ട്, അത് ചെയ്യണമെന്ന്. ടീനേജേഴ്സിന് അതിൻ്റെ ഒരു ട്രാക്ക് ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ കൺസീവ് ചെയ്ത ട്രാക്ക് ഇതാണ്. ഈ സ്പിരിറ്റ് ഒരു യങ് കപ്പിളിലെ ഒരു ബോയ് ആൻഡ് ഗേൾ, അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. പക്ഷെ അവരിലേക്കൊരു പ്രണയം അവരിലേക്ക് ഇയാൾ ഇൻജെക്റ്റ് ചെയ്യണം, തെറ്റിദ്ധരിപ്പിക്കണം. അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നും ഇവർക്ക് ഇഷ്ടമുണ്ടെന്നും. ഉദാഹരണത്തിന് ഇയാളുടെ റൂമിൻ്റെ വാതിലാരോ തട്ടുന്ന കേട്ട് ഇയാൾ വാതിൽ തുറക്കുമ്പോൾ അവിടെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇരിക്കുന്നു. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റൂടെ പെൺകുട്ടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അയാൾ വിചാരിക്കും ഇവളാണ് ഇത് കൊണ്ടുവച്ചത്. സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് അവൾക്കും തോന്നും. അപ്പോൾ ഇവർക്കുള്ളവർക്കും പണിയില്ല, ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ അവരിൽ പതുക്കെ പ്രണയമുണ്ടെന്ന് ഇയാൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രണയത്തിൻ്റെ തീവ്രത അറിയുന്നവർക്ക് വിരഹത്തിൻ്റെയും
തീവ്രത മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇയാളുടെ പ്രണയിനിയുടെ വിരഹത്തെ അവിടെ നീ കാത്തിരിക്കേണ്ട, ഞാനില്ല എന്ന് പറയാനുള്ളൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിക്കുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പാരലൽ ലവ് സ്റ്റോറിയാണ്. ഒരു പഴയ കാലത്തെ പ്രണയവും ഇപ്പോഴത്തെ പ്രണയവും കൂടെ രണ്ടൊരു പാരലൽ ലവ് സ്റ്റോറി ഇങ്ങനെ പോവുകയും അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പോഴത്തെ ഒരു ഞാനപ്പോഴത്തേക്ക് ആ പാരലൽ ലവ് സ്റ്റോറിയിൽ ഒരു സൈഡ് ഇല്ലാതായിപ്പോയി. ആദ്യത്തെ പടം മുത്താരക്കുന്ന് ഇപ്പോഴും ഒരു റീവാച്ച് ക്വാളിറ്റി ഉണ്ട്, അതിനൊരു ഇന്നസെൻസ് ഉണ്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഒരു ആ കഥയിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു മേക്കിംഗ് അതൊന്നും അത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു കഥയിൽ ഞാൻ ഭയങ്കര ഒരു സെൽഫ് മാർക്കറ്റിംഗ് ഇല്ല. അതിനെ അറിയാത്ത ആളാണ്, ചെയ്യാത്ത ആളാണ്, അറിയില്ല. സിനിമയിലത് വേണം, പക്ഷേ എനിക്കതിനുള്ളൊരു ഒരു കഴിവില്ല. അങ്ങനെ പോകാനുള്ളൊരു ഷൈനസ്സും അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട് എനിക്ക്. ആരുടെടുത്തും പോയിട്ട് അങ്ങനെ ചോദിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനവിടെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിനകത്ത് മാത്രം നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോടമ്പക്കം സിനിമ എനിക്കറിയില്ല. ഞാൻ മദ്രാസിൽ പോയാലും ഇവരുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. എനിക്കതുകൊണ്ട് മറ്റ് പൈപ്പ് വെള്ളം കുടിച്ച് കോടമ്പക്കത്ത് കൂടെ അലഞ്ഞ കഥയൊന്നും എനിക്കില്ല. എൻ്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്ന സത്യനാണെങ്കിലും കമലാണെങ്കിലും ഈവൻ പ്രിയൻ പോലും ചെന്നൈയിൽ കുറേ കാലമൊക്കെ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ആ എക്സ്പീരിയൻസും ഒരു അവസ്ഥകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ വളരെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് സിനിമ പഠിച്ചത്. അപ്പോൾ പക്ഷെ ഞാൻ അറിയാതെ എന്നെപ്പറ്റി പുറത്തറിയുന്നുണ്ടായിരുന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നൊരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ അവിടെ വന്ന് ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും അവരടുത്ത ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ പലപ്പോഴും കാഷ്വൽ ടോക്സിൻ്റെ ഇടയ്ക്ക് പറയുമായിരിക്കും, ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെപ്പറ്റി പലരും പുറമേ പറയുകയും പലരും എന്നെപ്പറ്റി അന്വേഷിക്കാനൊക്കെ തുടങ്ങുന്നു. ഒന്ന് രണ്ട് വലിയ അന്നത്തെ മേജർ പ്രൊഡക്ഷൻ ഹൗസൊക്കെ എന്നെ വന്ന് പ്രോജക്റ്റ് ചെയ്യാനൊക്കെ വിളിച്ചിരുന്നു. സെഞ്ച്വറി പോലെയുള്ള കമ്പനികളൊക്കെ അന്ന് അവരൊക്കെ വലിയ പ്രൊഡക്ഷൻ ചെയ്ത സമയത്ത്. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ നവോദയയുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിൽ ഞാനത് ഒക്കെ റെഫ്യൂസ് ചെയ്തിരുന്നു. അതൊക്കെ മാറി അതൊക്കെ ഇല്ലാതായി. ഞാൻ ഒരിക്കൽ പ്രിയൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ പെട്ടെന്ന് എന്നെ കാണാൻ രണ്ടുപേര് വരുന്നത്. എനിക്ക് മുൻ പരിചയമില്ല, അവരാരോ പറഞ്ഞു കേട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം രണ്ടുപേരുണ്ട്. ഒരാൾ ഇച്ചിരി പൊക്കത്തിൽ നല്ല വെളുത്ത് താടിയൊക്കെ ആയിട്ട് ഒരാൾ, പിന്നെ പൊക്കം കുറഞ്ഞ് ഇച്ചിരി അരിച്ച് മുണ്ടൊക്കെ എടുത്ത ഒരാൾ, മറ്റേ ആൾ വളരെ കുറച്ചുകൂടെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊരാൾ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെ അറിയാം? അതൊക്കെ കേട്ടു, ഞങ്ങൾ അറിഞ്ഞു, നിങ്ങളെപ്പറ്റി പലരും പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു. ഒരു സിനിമ ചെയ്യാനാണ്, എനിക്കല്ല എൻ്റെ കോബ്രദറിനാണ് എന്ന് പറയും. എന്നിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എൻ്റെ പേര് നമ്പിനാരായണൻ എന്നാണ്, ഞാൻ ISROയിലെ സയൻറ്റിസ്റ്റാണ്, എൻ്റെ കോബ്രദർ സുബ്രഹ്മണ്യം, അദ്ദേഹം ഇതിനു മുമ്പ് ജോഷി സാറിനെയൊക്കെ വെച്ചിട്ട് ഓരോ സിനിമ ചെയ്തിട്ടുണ്ട്, പിരിയില്ല നാമെന്നൊക്കെ ഓരോ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ നിങ്ങളെ വെച്ച് ചെയ്യണമെന്നുണ്ട്, ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കഥ നോക്കട്ടെ, കഥ എന്തെങ്കിലും ഒരു കഥ, ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, ഒരു കഥ വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രഘുനാഥ് പലേരിയുമായിട്ടാണ് വീണ്ടും ഒന്ന് രണ്ട് കഥകളൊക്കെ ആലോചിച്ചു. പക്ഷേ അത് പല കാരണങ്ങളാൽ അത് നടന്നില്ല. ആ സമയത്താണ് ജഗദീഷ് എൻ്റെ അടുത്ത് എന്ന് പറയുന്നൊരു ഒരു കഥയുണ്ട്. ഞാൻ ശ്രീനിയുടെ അടുത്ത് പറഞ്ഞു, ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ശ്രീനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പം സിബി ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീനിയും ഇങ്ങോട്ട് സംസാരിച്ചപ്പം പറഞ്ഞു, ജഗദീഷ് പറഞ്ഞൊരു കഥ, ഒരു പാരലൽ കോളേജ് പ്രിൻസിപ്പളും അയാളുടെ മകളും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളും തമ്മിലുള്ള അതിലൊരു സ്റ്റുഡൻറ്റുമായിട്ടുള്ള പ്രണയവും കാര്യങ്ങളും ഒക്കെ ഹ്യൂമറായിട്ടാണ്. ശ്രീനിവാസനാണ് അത് നേരെ അത് പൊളിച്ചു മാറ്റിയിട്ട് ഈ ഗുസ്തിയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ നോവൽറ്റി ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു യൂഷ്വൽ പാരലൽ കോളേജ് കഥയായി മാറിയത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് വരികയും ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞു, നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുക ഷൂട്ട് നടക്കുമ്പോൾ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദാരാസിങ്ങിനെ ഒന്ന് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദാരാസിംഗ് എവിടെയാണ്? അയാൾ ബോംബെയിലാണെന്ന് തോന്നുന്നു, നമുക്ക് തപ്പാന്ന് പറയും. അങ്ങനെ ഇതാര് വഴി പോകുന്നതെന്ന് അറിയത്തില്ല. ഈ പ്രൊഡക്ഷൻ അത്ര വലിയ ഒരു സ്ട്രോങ് പ്രൊഡ്യൂസറൊന്നുമല്ല, അദ്ദേഹം വളരെ ചെറിയൊരു പടം എടുക്കാൻ വന്നയാളാണ്. ഇതെന്ത് ചെയ്യുന്നത്? അപ്പോൾ ശ്രീധർ ക്ലൈമാക്സിൽ ദാരാസിംഗ് വന്നില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ ജഗദീഷ് പറയും, ഞാൻ പോയി തപ്പാന്ന് പറഞ്ഞു. അങ്ങനെ ജഗദീഷ് ബോംബെ പോയി തപ്പിപ്പിടിച്ച് ജഗദീഷിന് പിന്നെ ആരുടെ അടുത്ത് ഇടിച്ച് കയറാൻ ഒരു മടിയില്ലാത്തതുകൊണ്ടും ഹിന്ദിയൊക്കെ അത്യാവശ്യം പറയുന്ന ആളായതുകൊണ്ടും
അവിടെ പോയി പുള്ളി അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അത് വന്നതോടെ ആ സിനിമയുടെ വേറൊരു എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഇങ്ങനെ ഒരാളൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു കളർ മാറി. അത് ക്രിട്ടിക്കലി നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു. കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുക്കാൻ കുറേ ബുദ്ധിമുട്ടി. പക്ഷേ തിയേറ്റർ കളക്ട് ചെയ്തില്ല. ഞാനതിൻ്റെ ഫസ്റ്റ് ഡേ പാലക്കാട് ഒരു തിയേറ്ററാണ്. അന്ന് ഞാൻ കോയമ്പത്തൂരിലാണ് എൻ്റെ ബ്രദറിൻ്റെ കൂടെയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ അത് റിലീസ് ചെയ്യുന്ന ദിവസം 85 ജൂൺ 21 ഭയങ്കര മഴയുള്ള സമയമാണ്. 2 വലിയ സിനിമകൾ അതിന് ഓപ്പോസിറ്റ് ഉണ്ട്. ഒന്ന് മമ്മൂട്ടിയും നാദിയ മൊയ്തും മറ്റേ പടത്തിന് ശേഷം രണ്ടാമത്തെ പടമാണ് അവരുടെ. അവർ ഭയങ്കര സെൻസേഷനാണ് നിൽക്കുന്ന സമയം. ജോഷിയുടെ ഡയറക്ഷൻ. പിന്നെ ബേബി ശാലിനി ഡബിൾ റോൾ അഭിനയിക്കുന്ന ഒന്നെങ്കിൽ എന്നൊരു പടവും ഒരു നോക്ക് കാണും. ഈ 2 പടങ്ങളാണ്. അവർ രണ്ടുപേരും അന്ന് സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സാണ്. ഭയങ്കര ഇനീഷ്യൽ പുള്ള് വരാൻ പോകുന്ന സിനിമകളാണ്. അതിൻ്റെ കൂടെയാണ് എൻ്റെ സിനിമ പോകുന്നത്. അപ്പോൾ പാലക്കാട് ഒരു പ്രിയ തിയേറ്ററിൽ ഞാനവിടെ ചെല്ലുമ്പോൾ ഈ മഴയത്ത് ഞാനിങ്ങനെ മറ്റേ 2 തിയേറ്ററുകളും ഭയങ്കര ക്യൂവും ആളും മഴയത്ത് കൂടെയൊക്കെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ തിയേറ്ററിൻ്റെ മുമ്പിൽ ആരുമില്ല. ഒരു നൂൺ ഷോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ അവിടുത്തെ ക്യാൻറ്റീൻ പയ്യൻ്റെ അടുത്ത് ചോദിച്ച് ഇതെങ്ങനെയുണ്ട് ഈ പടമെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ പറഞ്ഞു ഇതൊരു ഗുസ്തിപ്പടം സാർ അപ്പുറത്ത് പോകാൻ പറഞ്ഞു. അതാണ് ആദ്യത്തെ എൻ്റെ പടത്തിന് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് റിവ്യൂ. ഇവിടെ ആണെന്നൊരു കുറേ ഗുസ്തിപ്പടം അപ്പുറത്ത് പോകാൻ പറയും. അവിടെ 2 നല്ല പടമെന്ന് പറയും. പക്ഷേ ഞാനും എൻ്റെ കൂടെ ഞാൻ അതിനകത്ത് കയറിയപ്പോൾ ഒരു 10-20 പേരൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സമാധാനം. പക്ഷേ ആ പടം പക്ഷേ എനിക്കൊരു ഇൻഡസ്ട്രിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടിയ സിനിമയാണ്. കാരണം അയാൾക്ക് പണി അറിയാം എന്ന് പറയുന്ന നമ്മൾ നാടൻ ഭാഷ പറയത്തില്ല, പണി അറിയാവുന്ന ആളാണെന്ന് പറയുന്നൊരു അക്സെപ്റ്റൻസ് കിട്ടി. പക്ഷേ രണ്ടാമത്തെ പടം വരുമോ ഒന്നും അറിയത്തില്ല. എനിക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാനും പറ്റാത്തതുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പ്രൊഡ്യൂസർ വരുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ പിന്നെ ടി വിയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കൊള്ളായിരുന്നല്ലോ എന്ന് പറയും. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴല്ല, അപ്പോഴും നമ്മുടെ ഈ കാസറ്റൊക്കെ റിലീസ് ചെയ്യുന്നത് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓഡിയോ കാസറ്റ് വീഡിയോ കാസറ്റ് VHS ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ റിവ്യൂസ് വരും. ആൾക്കാർ വിളിക്കുമോ അയ്യോ അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, കൊള്ളായിരുന്നല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ അത് പോയി പ്രൊഡ്യൂസറിൻ്റെ കേശയും കാര്യമായിരിക്കും. സാറ് കിരീടത്തിൻ്റെ കാര്യമാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. ഈ സെക്കൻഡ് പാർട്ട് ചെങ്കോൽ, അപ്പം ഒരു കൂട്ടർ പറയുന്നത് ചെങ്കോലാണ് കിരീടത്തെക്കാട്ടി നല്ലത്. ചില കൂട്ടർ പറയുന്നത് സെക്കൻഡ് പാർട്ട് വേണ്ടായിരുന്നു, ഫസ്റ്റ് പാർട്ട് മതിയായിരുന്നു. സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നത്? എന്താ എനിക്കത് സെക്കൻഡ് പാർട്ട് ഇഷ്ടമാണ്, മറ്റതിനേക്കാളും ഇഷ്ടമാണ്. കാരണം ഫസ്റ്റ് പാർട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്രേറ്റ്നെസ് അതിനുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. എനിക്കും റൈറ്റർക്കും ആക്ടേഴ്സിനും എല്ലാം ചലഞ്ചിങ് ആണ്. ഈ ഒരു ക്യാരക്ടർ ആദ്യത്തെ സിനിമയിലെ സേതുമാധവൻ എന്ന് പറയുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിലുള്ള സാധാരണക്കാരനാണ്. അയാൾക്ക് ഒരു ഹിസ്റ്ററി ഇല്ല, അയാൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ഇല്ല. സാധാരണ ഒരു കേരളത്തിലൊരു മിഡിൽ ക്ലാസ് ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള അയാൾക്ക്. പക്ഷേ ഈ 7 വർഷങ്ങൾക്ക് ശേഷം അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ യെസ് ഗോൺ ത്രൂ എ ട്രോമ, ഒരു ജീവിതത്തിൻ്റെ എല്ലാ കടുത്ത ഡാർക്ക് സൈഡിൽ കൂടെയൊക്കെ കടന്നു പോയ ഒരാളാണ്. ഇത്രയും വലിയൊരു ദുരന്തത്തിൽ കൂടെ കടന്നു പോയൊരു മനുഷ്യനാണ്. ആ ഒരു ഗ്രോത്ത് ഉണ്ട് ആക്ടറുടെ. അത് ഗംഭീരമായിട്ട് മോഹൻലാൽ അതിലേക്ക് വന്നു. മോഹൻലാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ ആദ്യത്തെ കിരീടത്തിന് ഫസ്റ്റ് പാർട്ടിൽ അതിഗംഭീരമായി ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ഈ ക്യാരക്ടറിനെ വളരാൻ കാര്യം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ജീവിത അനുഭവങ്ങളിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി എല്ലാവരും. ഇപ്പോൾ തിലകൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകളെയും കൂട്ടിക്കൊടുക്കുന്ന ഒരാളായി മാറി എന്നുള്ളത് പലരും എന്നോടത്ത് അവരൊക്കെ അതിനെ കാണുന്നത് ഇവരൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലാണ്. അതാണ് അതിൻ്റെ ആ സിനിമയ്ക്ക് കിട്ടിയൊരു വലിയ ഒരു ബഹുമതി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്കറിയാവുന്ന ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന പോലെയുണ്ട് ആൾക്കാർ. എന്നാലും അച്ഛനേരം അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ആൾക്കാർ വരികയാണ്.
അപ്പം അതൊരു എഴുത്തുകാരൻ്റെ എന്താണ് മൊത്തം അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടത് റൈറ്റർക്ക് തന്നെയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു കഥ ക്രിയേറ്റ് ചെയ്യുക, അത് ഓഡിയൻസ് അത്തരത്തിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ രണ്ടാം പാട്ടിനെ കുറിച്ചുള്ള ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എഗൻസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ രണ്ടാം ഭാഗം എന്ന് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാഗത്തെപ്പറ്റി എനിക്ക് അങ്ങനെ ഒരു മനസ്താപങ്ങളില്ല. എനിക്കത് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്, ഇതിന് മുകളിൽ നിൽക്കുന്നൊരു സിനിമയാണ് എന്നുള്ളത് തന്നെയാണ് ധരിക്കുന്നത്. കിരീടത്തിന് മോഹൻലാലിന് ഓൾമോസ്റ്റ് ലൈക്ക് നാഷണൽ അവാർഡ് കിട്ടി, അത് എന്നുള്ള രീതിയിൽ വന്നിട്ട് മാറിപ്പോയി. എനിക്കത് മമ്മൂട്ടിക്കാണ് അന്ന് ആ ഒരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ട്. അന്ന് സാറിൻ്റെ ഒരു പേഴ്സണൽ വ്യൂ അതിന് നാഷണൽ അവാർഡ് ഭരതത്തിന് മുമ്പ് തന്നെ മോഹൻലാലിനെ കിട്ടണമായിരുന്നു. ഡിസേർവിങ് ആയിരുന്നു ഭരതത്തിൻ്റെ. ഇപ്പോൾ കിരീടത്തിൻ്റെ മാത്രമല്ല, ആ വർഷം ചെയ്ത 2 സിനിമകളിലെയും മോഹൻലാലിൻ്റെ ഒരു എൻ്റെ തന്നെ 2 സിനിമകൾ, കിരീടവും തൊട്ടടുത്ത് ലാൽ ചെയ്തത് ദശരഥമാണ്. ഇത് രണ്ടും കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ക്യാരക്ടേഴ്സാണ്. ഒരാൾ വളരെ ഒരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളും മറ്റേ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എലൈറ്റ് ഏരിയയിൽ നിന്ന് വരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ക്യാരക്ടർ, ഈ ദശരഥത്തിലെ ക്യാരക്ടർ എന്ന് പറയുന്നതിന് അയാൾക്കൊരു വല്ലാത്ത എക്സെൻട്രിസിറ്റി ഉണ്ട്. അയാളൊരു ഒന്നിനെക്കുറിച്ചൊരു ഫിക്സേഷൻ ഇല്ല, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ആൾ ബേസിക്കലി ഒരു നെഗറ്റീവാണോ, അയാളും അയാളുടെ പണവും അയാളുടെ ഇഷ്ടങ്ങളും മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അയാൾ. ശരിക്കും അയാളൊരു ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. പക്ഷേ അതിഗംഭീരമായിട്ട് ഈ 3 മാസങ്ങൾക്കിടയിലാണ്, ജൂലൈയിൽ ഇത് ഷൂട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, ജൂലൈയിൽ ഈ പടം കിരീടം റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദശരഥം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരേ ആക്ടർ 29ാമത്തെ വയസ്സിൽ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ 2 സിനിമകൾക്കും കൂടി ഒരു അംഗീകാരം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ മമ്മൂട്ടിയുടെ കിട്ടിയ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ്. അതിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ. കാരണം വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ അതിഗംഭീരമായിട്ട് മമ്മൂട്ടിക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാനും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ 2 പേർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും അതൊക്കെ ആയിരിക്കും ആ ഒരു സ്പെഷ്യൽ മെൻഷൻ പോകുന്നത്. അതെ അത് ഞാനങ്ങനെ അതൊരു നാഷണൽ അവാർഡ് കിട്ടുമെന്നൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയില്ല. കാരണം അത് ആ സിനിമ ഉണ്ടായതൊക്കെ തന്നെ ഭയങ്കര വളരെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായൊരു സിനിമയാണത്. അതായത് നമ്മൾ എടുക്കാൻ പോയ കഥയല്ല എടുത്തത്, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് കഥ മാറി പുതിയ കഥ ഉണ്ടാകുകയൊക്കെ ചെയ്യാം. ഒറിജിനൽ വേറൊരു സ്റ്റോറിയായിരുന്നു. അതൊരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ്. ഒന്നുമല്ല, വേറെ ടോട്ടലി എൻറ്റയർലി ഡിഫറെൻറ്റ് കഥയാണ്. സെയിം പ്രൊഡ്യൂസറാണ്, മോഹൻലാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ വിഷു റിലീസിനൊരു പടം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പടം വിഷുവിനാണ് റിലീസ് ചെയ്തത്, ഹിസാന അബ്ദുള്ള. അത് കഴിഞ്ഞിട്ട് ഭരതം അടുത്ത വിഷുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പുള്ളി പറയുകയും ഞങ്ങളൊരു കഥയുണ്ടാക്കി, അന്ന് പിന്നെ ഇവരെ ഒന്നും പോയി കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം അവർ നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് അവരത് പ്രതീക്ഷിക്കുന്നില്ല. കഥയുടെ ഒരു ബേസിക് ഒരു 1 ലൈൻ മാത്രം പറഞ്ഞു കൊടുക്കും, ഇതായിരിക്കും ഇങ്ങനെ ഒരു കഥയാണെന്നൊക്കെ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ നമ്മൾ ആ കഥയെന്ന് പറഞ്ഞാൽ അച്ഛനും മകനും തമ്മിലുള്ള ആ കഥ പിന്നീട് സിനിമയായി. സത്യനന്ദിക്കാട് ചെയ്തു, പിന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അതൊരു 3-4 വർഷങ്ങൾക്ക് ശേഷം. അന്നത് ചെയ്യാതിരുന്നതിനൊരു കാരണം, ആ കഥയും മുമ്പ് ഇറങ്ങിയ ബാലചന്ദ്ര മേനോൻ്റെ ഒരു പെങ്കിളി കഥയെന്ന് പറഞ്ഞ സിനിമയായിട്ട് ഭയങ്കര സാമ്യമുണ്ടായിരുന്നു. സീനുകൾ, സിറ്റുവേഷൻസൊക്കെ. അത് പിന്നെ രണ്ടാമത് ചെയ്തപ്പോൾ ഒരു മാറ്റി ചെയ്തത് കുറേയൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റേണ്ടി വന്നപ്പോൾ ഒരു പുതിയ കഥ ഉണ്ടായി വന്നു. ഒരു ദിവസത്തിനുള്ളിൽ പുതിയ കഥ ഉണ്ടാക്കി. ആ കഥ കൺസീവ് ചെയ്ത് ഏതാണ്ട് വിതിൻ 60 days തിയേറ്ററിൽ പടം ഇറങ്ങി വിത്ത് 5
ഫുൾ ലെങ്ത് സോങ്സ് 8 മിനിറ്റ് 9 മിനിറ്റുള്ള 9 ക്ലാസിക്കൽ സോങ്സും ഒക്കെ ആയിട്ട് ഏതാണ്ട് ഒരു 30 to 35 ഡേയ്സ് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അവിടെ ഒരു 20 to 25 ഡേയ്സ്. അതായത് അതൊരു ഗിന്നസ് ബുക്കിലേക്ക് പോകേണ്ട റെക്കോർഡാണ്. സ്റ്റോറി ഐഡിയ ഉണ്ടാകുന്നത് ജാനുവരി 23 ഡിസംബർ 28 പടം അല്ല മാർച്ച് 28 പടം റിലീസാണ്. ലോഹിദാസ് റൂമിൽ തന്നെ ഇരിക്കുന്നു. ഈ 23 കഥ മാറി പുതിയ കഥ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഡേ അപ്പോൾ ലാലൻ്റെ അടുത്ത് വെച്ച് എന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞൊരു 4 ദിവസത്തെ സമയം തരാമെന്ന്, എഴുതി തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു, കോഴിക്കോടല്ല. പക്ഷേ നെക്സ്റ്റ് ഡേ പത്മനാഭൻ സാറ് മരിക്കുന്നു. അവിടെ കോഴിക്കോട് വെച്ച് തന്നെ മരിക്കുന്നത്. അപ്പം എല്ലാവരും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോയി. ലോഹിദാസിനെ മാത്രം അവിടെ കൊണ്ട് ഹോട്ടലിൽ ഇരുത്തിയിട്ട് ഞങ്ങളൊക്കെ അതിന് പോയി. തിരിച്ചു വന്ന് 27-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ സീൻ ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നത്, എഴുതിയ ഓർഡറിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ പറ്റുള്ളൂ, കാരണം കയ്യിൽ കിട്ടുന്നതനുസരിച്ചല്ല ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കഥയിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തു. ഇതിനകത്ത് അഡീഷണലായിട്ട് ലക്ഷ്മിയെ കൊണ്ടുവന്നു. അത് ഓവർ ദ ഫോൺ അവരോട് ഞാൻ കഥ പറഞ്ഞു, അവർ വന്നു. ബാക്കി എല്ലാവരെയും ആദ്യത്തെ കഥയിൽ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ വെച്ചു. പക്ഷെ പാട്ടുകൾ ഓരോ ദിവസം വന്നിട്ട് പറയും, ഇന്നിപ്പോൾ ഒരു പാട്ട് വേണം കേട്ടോ എന്ന് പറയും. അല്ല, ഈ ഇപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ടോ എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറയും ഒരു പാട്ട് വന്നിട്ടുണ്ടോ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ മാഷെ വിളിക്കും, ഒരു പാട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും കയറി പറയാൻ പറയും. അപ്പോൾ പുള്ളി ഇവിടെ വരും. കൈതപ്പുറം അവിടെ തന്നെയുണ്ട്, കോഴിക്കോട് തന്നെയുണ്ട്. അവരൊന്നും കൂടെ മുറിയിൽ നിന്ന് കമ്പോസ് ചെയ്യും. കമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലോഹിയെ കേൾപ്പിക്കും. ലോഹി ഹോട്ടലിൽ തന്നെ ഇരുന്ന് എഴുതുന്ന ആളാണ്. ലോഹിക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ നിന്ന് എന്നെ കേൾപ്പിക്കും. ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാൻ വിടും. അവർ മദ്രാസിൽ പോയി റെക്കോർഡ് ചെയ്യും. അതുമായിട്ട് വരും. അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ അടുത്ത പാട്ട് തുടങ്ങിയുള്ളൂ. എഴുത്തിലാണ് അടുത്ത പാട്ട് വരും. അവർക്കിങ്ങനെ തീരുമ്പോൾ പണി കൊടുക്കുന്ന പരിപാടിയായി പോയി. അവരതുമായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പറയും അടുത്ത പാട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കമ്പോസ് ചെയ്യും. ഇതേപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എഴുത്തുണ്ട് ലോഹി, കമ്പോസിങ് അറ്റൻഡ് ചെയ്യും. ഞാനും ഷൂട്ടിങ്ങുണ്ട്, കമ്പോസിങ് അറ്റൻഡ് ചെയ്യും. ഇതെങ്ങനെ നടക്കുകയാണ്, മൾട്ടിപ്പിൾ ടാസ്ക്കാണ് ഒരേ സമയത്ത് നടക്കുന്നത്. പക്ഷേ അത്രയും എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ടെന്ന് പടം കാണുമ്പോൾ തോന്നത്തില്ല. വളരെ ഈവൻ ദാസേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്, പാട്ട് ഡബ് ചെയ്യേണ്ടി വന്നു, പാട്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് അതിനകത്തൊരു ഇൻ്റർവെല്ലിലൊരു പോർഷനിൽ ലാലിൻ്റെ കഥാപാത്രം പറയും ഞാൻ മംഗളം പാടി അവസാനിപ്പിക്കാമെന്ന് പറയും. പുള്ളി പാട്ട് നിർത്തുകയാണ്. ചേട്ടന് വിഷമം ഉണ്ടാക്കിയതിന് പുള്ളി ഞാനിനി പാടുന്നില്ല, ഞാൻ മംഗളം പാടി അവസാനിപ്പിക്കാതെ. അപ്പോൾ ഈ മംഗളം പാടി അവസാനിപ്പിക്കുക എന്ന് പറയുന്നതിനൊരു പ്രത്യേക കീർത്തനമാണ്. അത് നമുക്കറിയില്ല. അപ്പോൾ രവീന്ദ്രൻ മാഷെ വിളിച്ചു. രവീന്ദ്രൻ മാഷ് പറഞ്ഞു ഞാൻ ഇവിടുന്ന് അയച്ചു തരാം. നാഗരയിൽ പുള്ളിയുടെ ദാസേട്ടനപ്പോൾ അമേരിക്ക പോയി, ഞാനിവിടുന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം, നിങ്ങളത് വെച്ച് ഷൂട്ട് ചെയ്ത് ദാസേട്ടൻ വരുമ്പോൾ നമുക്ക് പഠിക്കാമെന്ന് പറയും. അങ്ങനെ അയച്ചു തന്നു. ഞാനത് വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫൈനലി വന്ന് ദാസേട്ടൻ്റെ അടുത്ത് പാടിക്കാൻ ചിലപ്പോൾ ദാസേട്ടൻ പറഞ്ഞു ഇത് തെറ്റാണ്, അത് അവിടെ മറ്റേ മാ വരുന്നതിന് വരെ ഇവിടെ സായ വരുന്നത്, എന്തോ ഒരു കൺഫ്യൂഷൻ, ടെക്നിക്കലി മ്യൂസിക്കലായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ദാസേട്ടൻ പറഞ്ഞു നീ തെറ്റാണ് രവി, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു ദാസേട്ടൻ അതിനൊക്കെ രവിയേട്ടനെക്കാളും മോളിൽ ഞാനിയായുള്ളൂ. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു അപ്പോൾ ദാസേട്ടൻ അപ്പോൾ അത് അങ്ങനെ പാടി എന്നെ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കിത് സിങ്കാകുന്നു, ഞാൻ മറ്റേത് വെച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്, ലിപ്പ് സിങ്കാകുന്നില്ല എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു രവിയേട്ടൻ ഇത് ശരിയാകത്തില്ല, ഇത് ഇനിയിപ്പോൾ ദാസേട്ടനാണ് പാടി ഇനി പാടി. ഞാൻ പിന്നെ ദാസേട്ടൻ ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് നമുക്ക് പിക്ചറിട്ട് കാണിക്കാം. അപ്പോൾ ദാസേട്ടൻ അത് വെച്ച് പാട്ടിട്ട് പാട്ട് ഡബ് ചെയ്യാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാനത് പറ്റും ദാസേട്ടൻ എങ്ങനെയല്ലേ, ഞാൻ ദാസേട്ടനെ വിളിച്ചു. ദാസേട്ടൻ അന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ചെറിയ കറക്ഷനാണ്. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ അത് പറഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്ന പേടിയുണ്ട്. അങ്ങനെ പുള്ളിയെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു. രവിയേട്ടൻ പുള്ളിയുടെ അടുത്ത് പറയത്തില്ല, പുള്ളി അകത്തിരിക്കുക, ഞാൻ പിക്ചർ പുള്ളി ആദ്യത്തെ പരിപാടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് അപ്പോൾ ആദ്യത്തെ എപ്പോഴും ശരിയായിട്ടില്ല. എനിക്ക് മ്യൂസിക്കലി ശരിയാണോ തെറ്റാണോ എനിക്കറിയത്തില്ല, എൻ്റെ ടെക്നിക്കലി അത് ശരിയല്ല. അപ്പോൾ ഞാൻ രവിയേട്ടൻ ഒന്നുകൂടെ വേണമെന്ന് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ തന്നെ പോകും. ഞാനിങ്ങനെ പതുക്കെ ചുറ്റിക്കൂടി നിന്നിട്ട് ദസറ പോകാനായിട്ടൊക്കെ പെട്ടിയൊക്കെ എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ എന്താ പറ്റി, എന്താ കുഴപ്പം പറ. ഞാൻ പറഞ്ഞു അല്ല ലിപ്പ് സിങ്കർ, അതാണ് എൻ്റെ പണി, ഞാൻ ലിപ്പ് സിങ്ങിക്കുന്ന പരിപാടിയാണോ. ഞാൻ ഒന്നുകൂടെ ദസേട്ടാന്നൊക്കെ പറഞ്ഞ് കൈയും കാലും പിടിച്ച് 2-3 പ്രാവശ്യം പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് ഒപ്പിച്ചെടുത്തു.
അന്ന് ദാസേട്ടൻ്റെയും ഈ ആരും ചെയ്ത് കാണത്തില്ലല്ലോ പാട്ട് ഡബ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സിലൂടെയാണ് ആ സിനിമ ഉണ്ടായത്. അതിന് നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ലാലിനെ സംബന്ധിച്ചോളം ഭയങ്കര കാര്യമാണ്. ഞാനത് ഇപ്പം നമ്മൾ കിരീടത്തിലെയും മറ്റ് എൻ്റെ തന്നെ സതയത്തിലെയൊക്കെ ക്യാരക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആ ലെവലിലേക്ക് എത്തേണ്ട നന്നായി ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലോട്ട് നമ്മൾ ചിലപ്പം അതിനെ സിനിമ കാണുമ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ അന്നത്തെ ജൂറി അത് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആണ്. എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പറയുന്ന മറ്റ് സിനിമകളുടെ ലാലിന് അവാർഡ് കിട്ടിയ മറ്റ് സിനിമകളുടെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അത്രയും ഒരു ഹൈപ്പ് അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ ക്യാരക്ടറിന് കിട്ടിയിരുന്നോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു പോപ്പുലർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ധീരൻ അമാനുഷനും ഒക്കെ ആയിട്ടുള്ള നായകന്മാർ. പക്ഷെ സാറിൻ്റെ ധന്യാവർദ്ധനായാലും സദയം കിരീടം എല്ലാം വിധിക്ക് കീഴടങ്ങുന്ന നായകന്മാർ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരു അക്സെപ്റ്റൻസ് കിട്ടും എന്ന് ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ പടം അതിലേക്ക് പോകുമ്പോഴത്തേക്ക് എഴുത്തിലേക്ക് പോകും. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് റൈറ്റേഴ്സ് വേണം. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ ലോഹിദാസ് ആണെങ്കിലും എം ഡി സാറാണെങ്കിലും ഒക്കെ ഗ്രേറ്റ് റൈറ്റേഴ്സ്. അപ്പം ഞാനതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു ഇതിനെ അങ്ങോട്ടൊന്ന് എഴുത്തിൽ നിന്നും വിഷ്വലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ത്തിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഷൂട്ടിൻ്റെ തലേ ദിവസം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 1-2 ദിവസം മുമ്പ് അവരിട്ട് വാണത്ത് വന്ന് കഥ കേൾക്കണമെന്ന് സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കണമെന്ന് പറയും. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ കൊണ്ട് വായിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കായി നാളെ വരുത്താൻ തുടങ്ങണം. അപ്പോൾ ഇവർക്കൊന്ന് കഥ അയാളപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ മാനേജറിവിടെ വന്ന് കഥ കേൾക്കുന്നു. അവരടുത്ത മുറിയിൽ നിന്ന് കഥ കേട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ലോഹി ഇരിപ്പുണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇല്ല മോഹൻലാൽ എങ്ങനെയല്ല, മോഹൻലാൽ ഇന്ന് അവിടെ പോയി എന്നെ തല്ലിക്കുമെന്ന് പറഞ്ഞിരുന്നാൽ ശരിയാകത്തില്ല, ഇപ്പോഴത്തെ ആൾക്കാർ അത് എടുക്കില്ലാന്ന് പറയും. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ പുള്ളി കത്തിയായിട്ട് എവിടെടാ കിരിക്കാടൻ ജസ്റ്റ് പറഞ്ഞ് കത്തിയായിട്ട് അവിടെ വന്ന് ഒച്ച ഉണ്ടാക്കണം, എന്നിട്ട് ഇവനെ കണ്ടു ഓടിച്ചിട്ട് തല്ലണം കൊല്ലണം എന്നൊക്കെ പറയും. അപ്പോൾ ലോഹി പറഞ്ഞു എൻ്റെ നായകൻ ചാവേറാണ്, തോക്കാൻ വന്നവനാണ്, അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബലിയാകാം, എന്നെയാണല്ലോ അവർക്ക് വേണ്ടത്, എന്നെ കൊണ്ടുപോകുമോ, എൻ്റെ വീട്ടുകാരെ ചേട്ടൻ വീട്ടുകാരെല്ലാം ഹോസ്പിറ്റലാണ്, അങ്ങനെ വരുന്ന ആളല്ല, എൻ്റെ നായകന്മാരെല്ലാം തോക്കുന്ന നായകന്മാരാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയില്ല ഇത് ഓടത്തില്ല, ഇത് ഭയങ്കര പ്രശ്നമൊന്നും, ഇയാളെ ഒന്ന് കത്തിയായിട്ട് അവിടെ മാർക്കറ്റ് വേളം ഉണ്ടാക്കി വാളെ പുള്ളി പറഞ്ഞ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇതാണ്, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് തന്നെയായിരുന്നു ആ സിനിമയുടെ ഒരു എന്താ നമ്മൾ അല്ലെങ്കിൽ ഇത് ഒരു യൂഷ്വൽ ക്ലൈമാക്സ് ആയിട്ട് മാറുകയല്ലേ. ഇയാൾ എന്താണ് പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഇയാൾക്ക് ഒരു എതിരാളി അറിയാതെ ഒരുത്തനെ തല്ലിപ്പോയി, അയാൾ ഇത്ര വലിയ ഗുണ്ടയെന്ന് അറിയുന്നു, പിന്നെ ഇയാൾ മാറി മാറി പോകാനല്ല ശ്രമിക്കുന്നത്. അപ്പം അയാൾക്ക് അതിനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിന് മുമ്പത്തെ സീനിൽ ഇയാൾ പറഞ്ഞ് ഞാൻ നാട് വിട്ട് പോകാമെന്നാണ് കൂട്ടുകാരടുത്ത് പോയി പറയുന്നത്. ഇപ്പം തനിയാവർത്തനത്തിൽ അത് തന്നെയാണ്, അത് വിധിക്ക് കീഴടങ്ങാൻ തയ്യാറാകുന്ന ഒരാൾ. സദയത്തിനുണ്ടായ പ്രശ്നം ഇത് തന്നെയാണ്. സദയത്തിന് ഇപ്പം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു മോഹൻലാൽ എങ്ങനെയാലും കയറുന്ന ചാടി വെട്ടി അവിടെ നിന്ന് ജയിലിൽ ആടിപ്പോയിരുന്നെങ്കിൽ പടഹിട്ടോ. ഞാൻ അത് നടക്കാത്ത കാര്യമല്ലേ, തൂക്ക് കയറിയുന്ന അയാളെങ്ങനെ രക്ഷപ്പെട്ടു പോവുക. പലരും വിചാരിച്ച ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും സംഭവിക്കും, ഇത് രക്ഷപ്പെടും, മോഹൻലാൽ ചാകത്തില്ല എന്നാണ് സാധാരണ ഓഡിയൻസ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരുപക്ഷെ കൊമേഴ്ഷ്യലി അത് ആൾക്കാർ സ്വീകരിക്കാതെ പോയതിനത് കാരണമാകാം. ഈ പറയുന്ന പോലെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് സദയം. അതിൽ ആ കാലത്ത് ഭയങ്കര ഡിസ്കഷൻ ഉണ്ടായിരുന്നു സദയത്തിൻ്റെ ആ ഒരു കഥയെക്കുറിച്ച്. എന്തുകൊണ്ട് മോഹൻലാലിനെ കുട്ടികൾക്ക് ഗോറി സീൻസാണ് അതിൻ്റെ കുഴപ്പം. അതിൻ്റെ കുറ്റപ്പാട് ഞാനാണ്. അത് ഈ എം ഡി സാർ എഴുതി വെച്ച അതിനേക്കാളും കൂടുതൽ ഭീകരമായിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് ഞാനതിനെ അങ്ങനെയാണ് കൺസീവ് ചെയ്തത്.
പിന്നെ ഞാൻ വളരെ ഭയത്തോടു കൂടിയും ഒക്കെയാണ് ആ സിനിമയെ അപ്രോച്ച് ചെയ്തത്. കാരണം ഞാൻ അതുവരെ ചെയ്ത എല്ലാ സിനിമകളെക്കാളും കൂടുതൽ കോൺഷ്യസായിട്ട് കെയർഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്തത്. എന്നാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണത്. അതൊരു 3-4 ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പറയുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു ഞാൻ അതുവരെ ചെയ്ത സിനിമകളൊക്കെ ഒരു ലീനിയർ സ്വഭാവമുള്ള സിനിമകളായിരുന്നു. ഇത് ഭയങ്കര നോൺ ലീനിയറായിട്ട് പല ആൾക്കാരുടെ കൂടെ പലരുടെ പെർസ്പെക്റ്റീവിൽ ഒരു കഥയെ കൃത്യമായിട്ട് കൂട്ടിയിണക്കിയ കഥ എത്തിക്കുന്നുണ്ട്. അതൊരു ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ചോളം. രണ്ടാമത്തത് MD സാറിനെ പോലെ ഒരു വലിയ റൈറ്ററുടെ സിനിമ ചെയ്യുന്ന ആ സമയത്തെ ഏറ്റവും യങ്ങർ ജനറേഷനിൽപ്പെട്ട ഡയറക്ടറാണ് ഞാൻ. അതിനു മുമ്പ് അരുൺ സാറും ശശിയേട്ടനും ഒക്കെയാണ് കൂടുതലായിട്ട് MD സാറിൻ്റെ തിരക്കഥകൾ ചെയ്തിട്ടുള്ളത്. അപ്പം താരതമ്യേന ജൂനിയറായി ഞാൻ വരുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. MD സാർ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ പുള്ളി കാണുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ പുള്ളി ഒന്നും മിണ്ടാതെ കണ്ടിട്ട് പോകും, ഒന്നും മിണ്ടത്തില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പുള്ളിയുടെ മുഖഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സീൻ പക്ഷേ ഞാൻ വളരെ സിൻസിയറായിട്ട് ഡീപ്ലി ഇൻവോൾവ് ആയിട്ടാണ് ചെയ്തത്. അതിൻ്റെ കറക്റ്റ് ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. 4 നൈറ്റ് കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു എക്സെൻട്രിസിറ്റിയുടെ ഒരു പതുക്കെ ഗ്രോത്ത് ഉണ്ട്. പിന്നെ അവിടെ നടക്കുന്ന ഇവൻസിൻ്റെ ഒരു ക്രോണോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ഗ്രോത്തും കൂടെ വേണം. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, ബ്ലഡ് ഷെഡിങ്, ഒരാളെ കൊന്നു മറ്റൊരാളെ കൊന്നു, അപ്പോഴത്തേക്ക് ബ്ലഡ് എത്ര വരുന്നു അതൊക്കെ പറയുന്നത്. അതൊക്കെ അല്ലാതെ അവിടെ ഇവിടെയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കൃത്യമായ ഒരു ഓർഡറിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 4 നൈറ്റും എടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ക്യാരക്ടറും അതിൻ്റെ ആക്ടർക്കും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. അയാളുടെയും ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ ഗ്രോ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ലാലിനും ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. കാരണം അങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ എനിക്ക് തിയേറ്റർ ഇത് കൊണ്ട് MD സാറിനെ കാണിക്കാനായിട്ട് ഫൈനലി എഡിറ്റിംഗ് കഴിഞ്ഞ് ഫൈനലായിട്ട് കാണിക്കാൻ നേരത്ത് ഞാനീ പരീക്ഷ എഴുതിയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആളെ പോലെ നിൽക്കുകയാണ്. സാറ് കണ്ടു കഴിഞ്ഞ് എന്താണ് പറയാൻ പോകണമെന്ന് അറിയാതെ പേടിച്ചിരിക്കുക. അപ്പോൾ സാർ എൻ്റെ അടുത്ത് നിന്ന് ചിരിച്ചു. പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മീശം പിരിച്ചിട്ട് പോയി. അത് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെടാത്താണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പുള്ളി അടുത്ത കാലത്ത് ആരുടെ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ തിരക്കഥകളുടെ മുകളിൽ പോയ ഏക സിനിമ ഇതാണെന്ന്. മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവരുടെ ബെസ്റ്റ് പെർഫോമൻസസ് സിനിമകളിലൂടെ പുറത്തുവന്ന് സാർ കണ്ടിരിക്കുന്നു. അവരുടെ ഈ ലോഞ്ചിവിറ്റിയുടെ കാരണം എന്താണ് അവരുടെ ഡെഡിക്കേഷനാണ്. അവർക്ക് വേറെ ഒന്നുമില്ലല്ലോ. അത് ഫുൾ ടൈം സിനിമ തന്നെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും മമ്മൂട്ടിയെ സംബന്ധിച്ചോളം മോഹൻലാൽ അങ്ങനെ ഒരു മോഹൻലാലിനത് ഇറ്റ് കംസ് നാച്ചുറലി എന്ന് പറയുന്നവരാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്ന ആളൊന്നുമല്ല മോഹൻലാലിനത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മമ്മൂട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. മമ്മൂട്ടിക്ക് എന്നും പുതിയത് അടുത്തത് ചിന്തിക്കുക. മമ്മൂട്ടിയെ പറ്റി നമ്മൾ തന്നെ പറയാറുണ്ട്. മമ്മൂട്ടിയടുത്ത് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്യുന്നതല്ല സിനിമയല്ല പ്രശ്നം, അടുത്ത സിനിമയാണ് മമ്മൂട്ടിയുടെ ചിന്ത. ഈ സിനിമ ഓക്കെ, ഇത് തുടങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് പുള്ളിയെ സംബന്ധിച്ച് ഈ സിനിമ ഓക്കെ കഴിഞ്ഞു, ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ പുള്ളി അടുത്ത സിനിമ എന്താണെന്നുള്ള ചിന്തിക്കുന്നത്, അടുത്ത ഏത് ക്യാരക്ടറാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് അന്ന് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മമ്മൂട്ടി പറയുന്നില്ല, ഞാൻ പറയുന്നത് എനിക്ക് സെൽഫ് മാർക്കറ്റിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടി പറയുന്നത് ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് മേടിക്കുക സിനിമ. നമ്മളൊക്കെ അപ്രോച്ച് ചെയ്യും പലപ്പോഴും. അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നു, പുതിയ ആൾക്കാരെ കണ്ടെത്തി അവന് എവിടെ നിന്നാണ് ഒരു നല്ലത് വരുന്നതെന്ന് പുള്ളി തപ്പി നടക്കുകയാണ്. കിട്ടിയ അപ്പം തന്നെ പുള്ളി കൊടുക്കുകയും ചെയ്യും. ലാൽ അങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കാറില്ല. ലാലിലേക്ക് എത്തുന്നതിൽ നല്ല കാര്യങ്ങൾ എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. അത് പക്ഷേ അവരുടെ ടാലൻറ്റ് തന്നെയാണ് അവരെ ഇത്രയും ലോങ്ജിവിറ്റി കൊടുക്കുന്ന കാര്യം. അവർ അങ്ങനെ ഒരാൾക്കാരിനി ഉണ്ടാകത്തില്ലല്ലോ. അത്രയും ദീർഘകാലം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ 30 വയസ്സിന് താഴെ ഈ 2 ക്യാരക്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പം ഈ പറയുന്ന സിനിമകളെല്ലാം കിരീടമായാലും ദശരഥമായാലും ഭരതമായാലും സതയമായാലും 29-നും 31 വയസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം ചെയ്തതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ
പെർഫോമൻസുകൾ. ഞാൻ എൻ്റെ സിനിമ മാത്രം പറയുന്നത് പെട്ടെന്ന് എനിക്ക് നേരിൽ കണ്ട പെർഫോമൻസ് എന്ന നിലയിൽ കൂടിയാണ്. ആ പ്രായത്തിലുള്ള നമ്മുടെ ഏത് ആക്ടർക്കാണ് ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ പ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ അത്തരം റേഞ്ചിൽ ചെയ്യാൻ കഴിവുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട്. പക്ഷേ അവർ അതിനേക്കാളും മുകളിലേക്ക് പ്രായവയസ്സ് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഫഹദാണ് പിന്നെ നമുക്ക് ആ അത്രയും റേഞ്ചിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നൊരു ആക്ടറിൽ പ്രധാനപ്പെട്ട ഒരാൾ. പക്ഷേ ആ ഏജ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹമൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കത്തില്ല, അത്രയും സ്ട്രെങ്തുള്ള ക്യാരക്ടേഴ്സ് അവരുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാകത്തില്ല. എത്തിയാൽ അവരും ചെയ്യുമായിരിക്കാം. അത്തരം ഒരു കണ്ടൻറ്റുള്ള ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് അവരിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇയാളത് ചെയ്തു പോയി കഴിഞ്ഞിരിക്കുന്നു. മലയാളം സിനിമയുടെ ഗോൾഡൻ ഏജാണ് ഇപ്പോൾ. വളരെ നല്ല കണ്ടന്റ് ക്വാളിറ്റി അങ്ങനെ പറയുമ്പോൾ സുഹാസിൻ്റെ ഒരു കാര്യമാണ്. ഇതല്ല, ഇതിലും എക്സ്പെരിമെൻ്റൽ ഫിലിംസും പാരലൽ ഫിലിംസും ഒക്കെ 80s സുഹാസിനി കണ്ടിട്ടുണ്ട്, അഭിനയിച്ചു അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്താ തോന്നുന്നു? ഇല്ല, ഇപ്പോഴത്തെ ഗോൾഡൻ ഇറ എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതിനെ നയിക്കുന്നയാൾ മമ്മൂട്ടിയാണെന്ന് അറിയുന്നു. വളരെ കോൺട്രാസ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തപ്പിയെടുത്ത് ചെയ്യും. കഴിഞ്ഞ കാലത്ത് മമ്മൂട്ടി കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ ചെയ്ത ക്യാരക്ടേഴ്സിനൊക്കെ അയാൾ മുമ്പ് ചെയ്ത ഒരു ക്യാരക്ടറിനെ അയാൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ പുഴുവാണെങ്കിലും റോഷാക്കാണെങ്കിലും ഈവൻ കണ്ണൂർ സ്ക്വാഡ്, ഇപ്പം ബ്രഹ്മയുഗം, ലിജോയുടെ ഇതിന് മുമ്പത്തെ പടം നൻപയൽ നേരക്കുന്ന മയക്കം, എന്തൊരു വെറൈറ്റിയിലാണ് അത് ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടർ സെലക്ഷനും പെർഫോമൻസും അല്ലേ. അത്തരം പരീക്ഷണങ്ങളിലൂടെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ലീഡ് ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഈ ചെറുപ്പക്കാരുടെ അതിൽ പലരും പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സാണ് അല്ലേ. ഇപ്പം പുഴു ചെയ്തത് ഒരു പുതിയ ഫസ്റ്റ് ടൈം ഡയറക്ടർ, ഫീമെയിൽ ഡയറക്ടറാണ്. ഈ പറയുന്ന ഓരോ പടങ്ങളും കണ്ണൂർ സ്ക്വാഡ് പുതിയ ക്യാമറമാനായിട്ട് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ലിജോ മാത്രമാണ് അതിനകത്ത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ഡയറക്ടർ. ഇപ്പം കാതൽ ചെയ്തു. കാതൽ ജിയോയും അതിന് മുമ്പ് സിനിമകൾ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ്. ബാക്കി അത്രയും പുതിയ ആൾക്കാരല്ലേ. റോഷാക്ക് ചെയ്തതും താരതമ്യേന പുതിയ ആളാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നത് സക്സസ്സും കൂടെ കണക്കൂട്ടിയാണ് നമ്മൾ നല്ല ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഇപ്പോൾ ഉണ്ടായ ഒരു 4 സക്സസ്ഫുൾ മൂവീസ് ഉണ്ടല്ലോ. ഇപ്പം പ്രേമലു ആയാലും ഭ്രമയുഗം ആയാലും അതിനു മുമ്പ് ഏതാണ് മഞ്ഞുമേൽ ബോയ്സും. മഞ്ഞുമേൽ ബോയ്സിൻ്റെ അദ്ദേഹം ആദ്യത്തെ സിനിമയിൽ തന്നെ പ്രൂവ് ചെയ്തതാണ്. ജാനമനും അതുപോലെ തന്നെ ഭയങ്കര രസമുള്ള ഒരു തോട്ടായിരുന്നു, ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇതിനേക്കാളും ഈ പറയുന്ന പോലെ പത്മരാജൻ സാറും ഭരതൻ സാറും ഒക്കെ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള അന്നത്തെ കാലത്ത് ഇന്നവർക്ക് ഇവർക്കത് എന്തുമാത്രം ഇപ്പോൾ ആരവം, തകര എന്ന് പറയുന്ന പോലത്തേക്കുള്ള തോട്ടുകൾ അന്നേ ചെയ്തു തുടങ്ങി ഒരിടത്തൊരു ഫയൽ വാൻ. ഈ സുഹാസിനി പറഞ്ഞതിനകത്തുള്ള കാര്യമാണ്. ഇന്നത് ഇപ്പോഴത്തെ തലമുറ ആഘോഷിക്കുന്ന പോലെ അന്നത്തെ തലമുറ അതിനെ ആഘോഷിച്ചിട്ടുള്ള സിനിമകളാണത്. മമ്മൂട്ടിയായിട്ടുള്ള അസോസിയേഷൻ സാഗര സാക്ഷിക്ക് ശേഷം പിന്നെ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അങ്ങനെ വന്നില്ല. അപ്പോഴത്തേക്ക് ലാലുമായിട്ടുള്ള ഈ കണ്ടിന്യൂസ് സിനിമകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ട്രാക്കിൽ പോയി. ഇടയ്ക്ക് മമ്മൂട്ടിയായിട്ടൊരു സിനിമ ചെയ്യാനായിട്ടുള്ളൊരു മമ്മൂട്ടി തന്നെ ഒരാൾ വഴി എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. സിനിമ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തിരുന്നു. ഞാനത് ചെയ്തിരുന്നത് ജീവിതം എന്ന അത്ഭുതം എന്ന് പറയുന്ന ഡോക്ടർ ഗംഗാധരൻ്റെ ബുക്കായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥയായിരുന്നു. മമ്മൂട്ടിയായിട്ട് സംസാരിച്ചു. മമ്മൂട്ടി അത് ചെയ്യാൻ തയ്യാറായി. അത് മുമ്പോട്ട് പോയി. പക്ഷേ ആ സമയത്ത് ഒരു പ്രൊഡ്യൂസർ വന്നത്, ആ പ്രൊഡ്യൂസർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് കംഫർട്ടബിളായിട്ടുള്ള ആളല്ലെന്ന് തോന്നി. അതിൽ നിന്ന് മാറി. വെച്ചാൽ ആ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊരു പിന്മാറ്റം വന്നപ്പോഴത്തേക്കും മമ്മൂട്ടി പറഞ്ഞു ഇനി അത് ചെയ്യേണ്ട, ഇതൊരു നല്ല സൂചനയല്ല എന്ന് പറഞ്ഞു. അത് അഡ്വാൻസൊക്കെ തിരിച്ച് ചോദിച്ചു വന്നു. അപ്പോൾ മമ്മൂട്ടി കൊടുത്തേക്കാഴ്ച പ്രോജക്റ്റ് അങ്ങനെ അതങ്ങ്. പക്ഷേ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനും ഹേമന്ത് കുമാറും കൂടി ഒരു
മമ്മൂട്ടിയുമായിട്ടുള്ളൊരു കഥയുടെ ആലോചനയിലാണ്. അതുപോലെ തന്നെ മോഹൻലാലായിട്ടുള്ള അസോസിയേഷൻ കുറേ ഹിറ്റ്സ് ഒക്കെ ഡെലിവർ ചെയ്തത് എങ്ങനെയായിരുന്നു വർക്കിംഗ് ആ സമയത്ത്? വളരെ കംഫർട്ടബിളാണ്. മോഹൻലാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. വേറെ നമുക്കൊരു ഒട്ടും സ്ട്രെയിൻ തരാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തിരിച്ച് തരുന്ന ആക്ടർ കൂടെയാണല്ലോ. സാറിനേത് പറഞ്ഞു മോഹൻലാൽ എഫേർട്ട്ലെസ് ആക്ടറാണ്, കൂടുതൽ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്ത. പക്ഷേ ഈ കമലതലം പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ഡാൻസറായിട്ട് മാറാൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പോലും എഴുതി വായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പ്രോസസ്സ്? ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷനായിരുന്നത്, 3ാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥയൊന്നും പറഞ്ഞില്ല. നമ്മൾ അന്ന് ലോഹിതദാസും വേറൊരു പടത്തിൻ്റെ തിരക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരികയായിരുന്നു. വന്നു കഴിഞ്ഞ് ഞങ്ങളുള്ളപ്പോൾ ലാലിങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തുടങ്ങണം, ഡേറ്റായി അവർക്ക് ഈ തിയേറ്റർ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ജനുവരിയിലെങ്കിലും അത് തുടങ്ങിയാലേ തീരുള്ളൂ. അപ്പോൾ ജോഹി എന്ന ആധാരം എന്ന് പറയുന്നൊരു സിനിമ അവിടെ ഷൂട്ട് നടക്കുകയാണ് വേറൊരു ഡയറക്ടർ. അപ്പോൾ ഞാനാണ് ആധാരം ചെയ്യേണ്ടത്. അത് എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാനൊരു പുതിയ ഡയറക്ടറെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ജോർജ് കത്തൂനെ ഞാനാണ് അതിനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആളായതുകൊണ്ട് ലോഹിക്ക് അവിടെ കൂടെ നിൽക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ലാലു ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ വരാത്ത കഥ അയ്യോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ ലോഹിയെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ കഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ മദ്രാസിൽ കുറച്ച് ദൂരെ പോയിട്ട് അവിടെ ഈ ESR റോഡിൽ ഒരു ഹോട്ടലിൽ പോയി, ദൂരെ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുകയായിരുന്നു. അപ്പം പുള്ളി ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റ്, അപ്പോൾ കഥയൊന്നുമില്ല, 2 ദിവസം വെറുതെ ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു, അതൊരു സിനിമയാവും എന്ന് പറഞ്ഞു, നമുക്കാക്കാമെന്ന് പറഞ്ഞു. ആ സ്വപ്നം കണ്ടത് കർണാടകയിൽ ഉണ്ടായ ഒരു പ്രശസ്തനായ ഒരു റൈറ്റർ ഫിലിം മേക്കറാണ്. ഒരു ഡ്രാമ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പേര് ഓർമ്മ വരുന്നില്ല, PV കാരന്തല്ലല്ലോ, ആരോ ഒരു അത്ര വലിയ പ്രൊമനൻ്റ് ആയിട്ടുള്ള അന്ന് വലിയ കോൺട്രവേഴ്സ്യലായിട്ടുള്ള അയാളുടെ ഭാര്യയുടെ മരണത്തിൻ്റെ പേരിൽ ഇയാൾ കുറ്റാരോപിതനായി തീർന്നിരുന്നു. ഈ റൈറ്ററോ, ഈ സെലിബ്രിറ്റി റൈറ്ററാണ്, ആരാണോ ഒരു സ്റ്റേജിൻ്റെ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതായിരിക്കാം പുള്ളിക്ക് സ്വപ്നത്തിൽ അത്തരത്തിലൊരു കാരണം, ഒരു സിമിലറായിട്ടുള്ളൊരു സ്വപ്നമുണ്ടായി. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അത് എന്നൊരു ഭാര്യയുടെ മരണത്തിൻ്റെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന ഒരു തോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ രൂപപ്പെട്ട് വന്ന് ആ കഥ ഈ ഡാൻസും കാര്യങ്ങളും കലാമണ്ഡലവും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ലാല് കഥയൊന്നും അറിയത്തില്ല. ഷൂട്ടിങ്ങിൻ്റെ ഞങ്ങളവിടെ ഒറ്റപ്പാലത്ത് പോയി താമസമായി, ഷൂട്ടിങ്ങിൻ്റെ സെറ്റിടലൊക്കെ നടക്കുന്നു. ഒരു ദിവസം രാവിലെ ലാല് ഷൂട്ടിങ്ങിനായിട്ട് വന്നു, തലേ ദിവസം രാവിലെ വന്ന് നേരെ ഞങ്ങളുടെ മുറി വന്നിട്ട് ചോദിച്ചു എന്താ കഥ എന്ന് ചോദിച്ചു. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ ലാലു അയ്യോ എനിക്കിത്ര ഡാൻസൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഭയങ്കര ക്ലാസിക്കലായിട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യും, ഞാൻ ഇത് ഇയാൾ ഭയങ്കര മാസ്റ്ററായിട്ടാണ് പഠിപ്പിക്കുന്ന ആളാണ് ഇയാൾ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്, ഞാനങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ നമുക്ക് പഠിക്കാം, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അയ്യോ ഇതിപ്പോൾ ഇങ്ങനെ സമയമില്ലല്ലോ, നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറയാണ്ട് ഇപ്പോഴല്ലേ ഇത് ഉണ്ടായി വരുന്നത് നമ്മുടെ. അപ്പം പുള്ളി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നട്ടുവം പരമശിവൻ ഉണ്ട്, അദ്ദേഹത്തെ തിരുവനന്തപുരത്താണ് നട്ടുവം പരമശിവൻ ഉള്ളത്, അദ്ദേഹമായിട്ട് പരിചയമുണ്ട്, അദ്ദേഹത്തെ വരുത്താം, അദ്ദേഹം സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് തന്നെ സഹായിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ വിളിച്ച് വരുത്തുകയായിരുന്നു. നട്ടുവം പരമശിവൻ അവിടെ നിന്ന് വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ചു. ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരും. ഞാൻ ലോഹിയല്ല, ക്യാമറാമാന് മുരളി, അങ്ങനെ കുറേ പേര്, വേണുചേട്ടൻ. അവർ രാവിലെ ഞങ്ങൾ ഉണരുന്നത് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഈ ഡാൻസിൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. 4 മണിക്ക് എണീറ്റ് അദ്ദേഹം ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്താണ്. പിന്നെ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചങ്ങ് ചെയ്യാണ്. ആ കാലത്ത് കല്യാണിക്കുട്ടി അമ്മ ചോദിച്ചു ഇയാൾ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത്ര കൺവിൻസിങ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മേക്ക് ബിലീഫാണല്ലോ. സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഇയാളത് എക്സ്പേർട്ടാണെന്ന് തോന്നുക എന്നുള്ളത് മാത്രമല്ല, അത് ആ എഫേർട്ട് എപ്പോഴും എടുക്കും, എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കും. മോഹൻലാലൊരു കംഫർട്ട് സോണിൽ, അതായത് പുള്ളി പരിചയമുള്ള ഒരാളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ പുതിയ ആൾക്കാരുടെ വർക്ക് ചെയ്യുന്നു.
അത് ശരിയാണ്. അങ്ങനെ മീൻസ് മോഹൻലാൽ ഒരു കംഫർട്ട് സോൺ അങ്ങനെയില്ല. പക്ഷെ ഇപ്പം മോഹൻലാൽ പുതിയ ആദ്യമായിട്ട് ചെയ്താണല്ലോ. ലിജോയായിട്ടൊക്കെ മോഹൻലാൽ ആദ്യമായിട്ടാണ് ചെയ്തത്. അവർ മുമ്പ് പടം ചെയ്തിട്ടില്ല. ഇടയ്ക്ക് അദ്ദേഹം പുതിയ ആൾക്കാരായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലത് വർക്ക് ചെയ്യാതെ പോയിട്ടുണ്ട്. ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത്. അല്ല, മമ്മൂട്ടി അതിനും കുറച്ചും കൂടെ എഫേർട്ട് എടുക്കുന്നുണ്ട്. കഥ കണ്ടെത്താൻ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പേഴ്സണലായിട്ട് തന്നെ പുള്ളി തന്നെ എടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കഥ കിട്ടില്ല. പുള്ളി അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറ് പുതിയ മമ്മൂട്ടിയെ വെച്ച് നോക്കുന്നുണ്ട്. ചലഞ്ചിങ് ആയിരിക്കും സാറിന്, കാരണം മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യാനായിട്ട്. അതെ, അതാണ് പുള്ളിക്ക് വെറൈറ്റി ചെയ്ത് ഇപ്പോൾ ഏതാ ഇനി പുള്ളിക്ക് കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. സാറിൻ്റെ സിനിമകളിൽ മോഹൻലാൽ സാധാരണക്കാരനാണ്. അത് കഴിഞ്ഞ് മോഹൻലാൽ അമാനുഷികനായി. ആറമ്പുരാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ലെവലിൽ. പിന്നെ അദ്ദേഹത്തിന് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതുകൊണ്ടാണോ ഈ ആക്സസിബിലിറ്റി പ്രശ്നങ്ങളൊക്കെ? അല്ലല്ല, എനിക്ക് തോന്നുന്നത് പുള്ളി ഇപ്പം ഒരു കാലത്ത് നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സിനിമകൾക്ക് ഈ പറയുന്ന പോലെ ഒരു സൂപ്പർ ഹീറോ, ഇപ്പോൾ പുലിമുരുകൻ വരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എനിക്കൊന്ന് സാധാരണ ആൾക്കാർക്ക് കൂടുതലും ലാലിനെ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു സാധാരണക്കാരനായ മോഹൻലാൽ തമാശകളൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളെ തന്നെയാണ് ബേസിക്കലി ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടം. അത്തരം സിനിമകൾ ലാൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് എന്താണ് ഒരു അക്സെപ്റ്റ്. മറ്റേ വലിയ സിനിമകൾക്ക് ഈ പുലിമുരുകൻ പോലെയുള്ള മാസ് സിനിമകൾ ഓഡിയൻസ് അക്സെപ്റ്റിംഗ് എങ്കിൽ പോലും ഒരു ലോങ് ലൈഫ് കിട്ടുന്ന സിനിമകൾ പഴയ പോലെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്ത സിനിമകൾ പോലുള്ള ആ സിനിമകൾ ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും കഥയും ഉണ്ടാവണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എനിക്കറിയത്തില്ല. കാരണം നമ്മൾ അങ്ങനൊരു അതിനുവേണ്ടി ശ്രമിക്കാത്തതാണോ, അതിലേക്ക് അദ്ദേഹത്തിന് കഥകൾ എത്താത്തതാണോ, ആ കാര്യങ്ങൾ എനിക്കറിയില്ല. എത്തുന്ന കഥകൾ അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്ന എടുക്കുന്ന ഡിസിഷൻസ് എങ്ങനെയാണെന്നും നമുക്കറിയില്ല. ഗുണയ്ക്കിലേക്ക് എത്തുന്നത് ഞാൻ കമൽഹാസൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം, രാജ് കമലിൻ്റെ ഓഫീസിലേക്കൊന്ന് വരാമെന്ന് ചോദിച്ചു. ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തനിയാവർത്തനം ഒന്ന് തമിഴിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. കാരണം നമ്മളെക്കാളും കൂടുതൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കൂടുതലുള്ള പ്രത്യേകിച്ച് തമിഴ് ഗ്രാമങ്ങളിലൊക്കെ അത് കൂടുതലായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആൾക്കാർക്കോ അങ്ങനെ ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്നൊരു പശ്ചാത്തലം അവിടെ ഉണ്ടല്ലോ. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കമൽ വളരെ ഹാപ്പിയായി. അപ്പോൾ ആ പടം ചെയ്യുന്നത് കമലിൻ്റെ മാനേജർ DNS എന്ന് പറയുന്നത് DN സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് കമലിൻ്റെ സ്ഥിരം മാനേജറാണ്. ഏജ്ഡായിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ പുള്ളിക്ക് കൊടുത്തൊരു ഡേറ്റാണ്, പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ കമൽ ധരിച്ചത് ഒരു ചെറിയ ബഡ്ജറ്റിലൊരു പടം പുള്ളിക്ക് ചെയ്ത് കൊടുക്കാം, സഹായിക്കാനുള്ള ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാനും പുള്ളിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ DNS എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, സാർ എനിക്ക് കിടച്ച ഡേറ്റ് ഇത് ரொம்ப ക്ലാസിക് പടം സാർ, ഇங்கே പോവാതെ ഇത് നമുക്കൊരു കൊമേഴ്ഷ്യൽ പടം വേണക്കൂടാതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ അവർക്കിட்ட ചൊല്ല്, കമൽ സാർക്കിட்ட കമൽ പറയുന്ന പോലെ ചെയ്യാം. ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു പടം ചെയ്യും, എനിക്ക് കുഴപ്പമില്ല എന്നും. അപ്പോൾ പുള്ളി പോയി പറഞ്ഞു, സാർ അത് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ കൊമേഴ്ഷ്യലായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമ, പിന്നെ കമൽ നമുക്ക് വേറെ കഥ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കഥ ആലോചിച്ചതാണ്. IPKF ബാക്ക്ഗ്രൗണ്ടിൽ അന്ന് ശ്രീലങ്കയിൽ നമ്മുടെ പട്ടാളക്കാർ പോയി ഇറങ്ങിയുണ്ടായ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷയിൽ അങ്ങനെ ഒരു സിനിമയെപ്പറ്റി ചിന്തിച്ചു. അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് കുറേ പോയി കഴിഞ്ഞപ്പം ഒരു 2 മാസത്തോളം അവിടെ ഇരുന്ന് ഡെയിലി പോകും, അവിടെയൊക്കെ ഡിസ്കഷൻ ഇരിക്കും. ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അന്ന് N. റാം എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ പുള്ളിയായിട്ട് കമലും ഞാനും ഒക്കെ ആയിട്ട് മീറ്റിങ്ങൊക്കെ നടത്തി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേറെ പലരുമായിട്ട് അന്ന് അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത കുറേ ജേർണലിസ്റ്റുകളും ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം കമൽ പറഞ്ഞ്, വേണ്ട അത് വിട്ടിട്. രാമസ്വാമി വിളിച്ചിട്ട് പറഞ്ഞത്, കമൽ നിനക്ക് വിട്ടേക്ക്, നിനക്ക് ആവശ്യമില്ലാത്ത പണിയാണ്. 2 പെൺപിള്ളേരുണ്ട്, അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സ്കൂളിൽ പോയി തിരിച്ചു വരുമോ എന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് വിട്ടേക്കാൻ പറ്റില്ല. അതോടെ പുള്ളി പറഞ്ഞു നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. അന്ന് അത് അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഒക്കെ ഇല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനുശേഷം അടുത്ത വർഷമാണ് രാജീവ് ഗാന്ധിയുടെ ഡെത്ത് ഉണ്ടാകുന്നത്. അപ്പം അത് ഡ്രോപ്പ് ചെയ്തപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുമ്പോൾ പുള്ളിക്ക് എന്തായാലും ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യണം, ഇച്ചിരി എക്സെൻട്രിസിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്തെടുത്തൊരു സ്റ്റോറിയാണ് ഗുണയുടെ. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആകാൻ വേണ്ടി എനിക്ക് ഫുൾ ടൈം അവിടെ എനിക്ക് ആ സമയത്ത് ഞാൻ വേറെ പടങ്ങൾ ചെയ്യുന്നുള്ളതുകൊണ്ട് സാബ് ജോണിനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സാബ് ജോൺ വരാൻ കാര്യം ചാണക്യൻ സാബ് ജോണാണ് എഴുതിയത്. അപ്പോൾ കമലുമായിട്ടൊരു റാപ്പ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ കമൽ കംഫർട്ടബിൾ ആയിക്കോട്ടെ, എനിക്കും സാബുമായിട്ട് എൻ്റെ നെയ്ബറാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പം എനിക്കും ഓക്കെയാണ്. വേണുവിനെ ഞാനാണ് അതിലേക്ക് കൊണ്ടുവന്നത്, ക്യാമറമാൻ വേണുവിനെ ഞാനാണ്. അന്ന് ഞാൻ വേണുവുമായിട്ടും 1-2 സിനിമ ദശരഥമൊക്കെ ചെയ്തിരിക്കുന്ന സമയം. അങ്ങനെ വേണുവിനെയും അതിലേക്ക് കൊണ്ടുവന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങോട്ട് നീളി ഡിസ്കഷൻ. അപ്പോൾ ബാലകുമാരൻ എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട് തമിഴിൽ. അദ്ദേഹവും ഈ ശങ്കറിൻ്റെയൊക്കെ പടങ്ങളൊക്കെ എഴുതുന്നത് പുള്ളിയുണ്ട്. ഇയാളും ഡിസ്കഷനുണ്ട്. അവരും ഇങ്ങനെ കഥ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് തന്നെ അറിയിക്കും. കുറേ കഴിഞ്ഞിട്ട് നീണ്ടു പോവുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കപ്പോഴത്തേക്ക് ഈ ഭരതം ചെയ്യേണ്ട സമയമായി. അപ്പോൾ ലാലാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ ഡേറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാനതിന് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് കമൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ എം വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ ഫാസ്റ്റ് 3 months, വെർ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഐ എം ഡൂയിങ് എ മൂവി, ദാറ്റ് വാസ് മൈ പ്രീവിയസ് കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, ഐ എം വെയിറ്റിംഗ് ഹിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ വന്നിട്ട് അങ്ങോട്ട് ആ പടം ഇത്ര ടൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 86 ദിവസം കൊണ്ട് തീർത്ത പടമല്ലേ. അതിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ പുള്ളി പറയുന്നത്, പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന ദിവസം ഫോട്ടോഷൂട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഹൈദരാബാദിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ പറയുന്ന ദിവസം എനിക്ക് കാഞ്ചീപുരത്ത് ഷൂട്ടിംഗ് ഉണ്ട്, ഈ പടത്തിൻ്റെ പാട്ടെടുക്കാൻ പോകണം ഉർവശിയായിട്ട്. അപ്പം ഞാൻ അത് കളയാൻ പറ്റത്തില്ല, എനിക്ക് റിലീസുണ്ട്, ഈ പടത്തിൻ്റെ റിലീസിന് ടൈറ്റ് വർക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ വിചാരം ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറോ ഈ പുള്ളി മേക്കപ്പൊക്കെ ഇട്ട് കുറേ ഫോട്ടോ എടുക്കും, ഞാൻ വൈകുന്നേരം പോയി ഫോട്ടോ കണ്ടാൽ മതിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞാനങ്ങനെ കാഞ്ചീപുരത്ത് പോയി ഷൂട്ടും കഴിഞ്ഞ് അന്ന് നേരെ എൻ്റെ വണ്ടിയിൽ തന്നെ പോയി. കാരണം ഈ പ്രൊഡക്ഷൻ വണ്ടി പോയി ഡിലേ ആണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി തിരിച്ച് നേരെ കമലിൻ്റെ ഓഫീസിൽ രാത്രി 7-8 മണിയായപ്പോൾ ചെന്നു. കാഞ്ചീപുരം 1.5 മണിക്കൂർ ട്രാവലുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളി പിടങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഫുൾ ഫ്ലെഡ്ജ് ഷൂട്ടായിരുന്നെന്ന്. ഡയറക്ടർ ഇല്ലാതെ എപ്പോഴും ഷൂട്ട് ചെയ്യുമോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ വേറെന്താ ക്യാമറ സ്റ്റിൽ ഫോട്ടോ ഷൂട്ടായിരുന്നില്ല. അപ്പം അത് പുള്ളി എന്നെ കാണാൻ തയ്യാറായില്ല. പുള്ളി ഓഫീസിൽ ഇരിപ്പുണ്ട്. പക്ഷേ DNS ഞാനും കൂടെ താഴെ ഇരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ DNS അവർ വരാതെ സാർ, അവർ ரொம்ப കോപത്തിലിരിക്കുക, നാളത്തെ ടിക്കറ്റിങ് ക്യാൻസൽ ചെയ്ത്, ഹൈദരാബാദിൽ പോകുന്ന ടിക്കറ്റിങ് ക്യാൻസൽ. ശരി, ഇത് എനിക്ക് വേറെ ഐ എം ഹെൽപ്ലെസ്. കാരണം ഞാൻ ഈ പടം റിലീസ് ചെയ്ത പടത്തിന് പുറകെ നിൽക്കുകയാണ്. ഇത്രയും കാലം ഞാൻ 4-5 മാസം അതിന് മുമ്പ് ഇതിൻ്റെ കൂടെ ഇരുന്നതാണ് ഫുൾ ടൈം. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ്, പിന്നെ നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് ഞാൻ മാറി. അപ്പോഴാണ് പിന്നെ സന്താന ഭാരതി എന്ന് പറയുന്ന പുള്ളി 1-2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കമലിൻ്റെ ഓഫീസിലെ സ്ഥിരമായിട്ട് അവിടെ വരുന്ന ഒരാളാണ്. കമലിൻ്റെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും നമ്മുടെ ഡിസ്കഷൻ സമയത്തൊക്കെ അദ്ദേഹം അപ്പുറത്തെ ഓഫീസിലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ പുള്ളിയെ വെച്ചിട്ട് കമലാണത് ചെയ്തത്. അപ്പോൾ വേണുവൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, അവന് വേണു വർക്ക് ചെയ്യുകയാണ്, അത്ര മൂവ് ചെയ്തല്ലേ, നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്ന് മാറണ്ടെന്ന് പറഞ്ഞു. സാബും അതിനകത്ത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഈ ഗുണ കേവൊന്നും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ലൈറ്റിലേക്ക് വരികയും വേണുവിൻ്റെ ഇൻ്റർവ്യൂവിനകത്തൊക്കെ അത് പറയുന്നുണ്ട്. വേണുവിനെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാകും. അല്ല, ആക്ച്വലി അന്നാണ് പോകുന്നത്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അന്നുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അതിന് മുമ്പ് തന്നെ നമ്മൾ 1-2 സീനിയർ ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ പോയാൽ നിനക്ക് അത് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഇൻ്റർഫിയർ അല്ല. കാരണം അദ്ദേഹം നല്ല നോളജുള്ള ആളാണ്, എല്ലാത്തിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അപ്പോൾ അറിവുള്ള ആൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും. നമ്മൾക്ക് പക്ഷേ അത് ആ ശീലമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രമാത്രം നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു.
പക്ഷേ അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻസിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ അറിയാതെ ഡിസിഷൻസൊക്കെ എടുക്കാൻ തുടങ്ങുന്നു, കോസ്റ്റ്യൂംസൊക്കെ തീരുമാനിക്കുന്നു. ഈ സരിക അദ്ദേഹത്തിൻ്റെ അന്ന് സരികയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ. അപ്പോൾ അവർ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറേ കോസ്റ്റ്യൂംസൊക്കെ എന്നെ കാണിച്ചു, ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇത് ആര് പറഞ്ഞു, അല്ല കമലിൽ ഞാൻ ഡിസൈഡ് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ളത് എനിക്ക് ബോധ്യമായി. ഇനി അങ്ങോട്ട് പോയാലും ഇതല്ല. അങ്ങനെ ഭരതേട്ടനും വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഭരതേട്ടനും പ്രോബ്ലംസ് ഉണ്ടായി. ഭരതേട്ടനും ഇടയ്ക്ക് വെച്ച് മാറുകയുണ്ടായി. എന്താണ് മറ്റേ തേവർമ്മ. മലയാളത്തിൽ അങ്ങനെ ആരുമില്ല, ആരും ചെയ്യാറില്ല. അവരൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ടുള്ളൊരു ബഹുമാനത്തോടുകൂടി തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ആരും ചെയ്യാറില്ല. കമലുമായിട്ട് വേറെ കുഴപ്പമില്ല. 1-2 പ്രാവശ്യം കണ്ടു. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ മുഖം തിരിച്ചൊക്കെ പോയി. പിന്നെ ഒരിക്കൽ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി പറയുന്നു, വന്നിട്ട് എന്നെ ഹഗ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറി. കുറച്ചാൾ പുള്ളി ഇങ്ങനെ കാണുമ്പോഴൊക്കെ കാണാത്ത പോലെയൊക്കെ നൽകി. എയർപോർട്ടിൽ വെച്ച് കണ്ടു. നാഷണൽ അവാർഡിന് ഒരുമിച്ച് ഞങ്ങൾ ഒരേ ദിവസമായിരുന്നു. അവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ പുള്ളി ഇങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചു പോയി. അപ്പം പിന്നെ ഒരിക്കൽ ഞാൻ ABM സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പറയുന്ന ആരോ വന്നിട്ടുണ്ട്, പുറത്ത് തട്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് പിടിച്ചു. അപ്പം ഞങ്ങൾക്ക് ഇദ്ദേഹമാണ്. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ അധികം കണ്ടിട്ടില്ല. കാണാൻ മറ്റേ പൊതുവേദിയിലൊക്കെ ഒരുമിച്ച് ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. അത് അന്ന് ഈ വിഷയം ഞാൻ ഏതോ മാഗസിനിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു, ഞാനേലോ മറ്റോ. അത് പുള്ളിയെടുത്ത് ആരോ പോയി പറഞ്ഞു. അന്ന് അതാണ് പുള്ളിക്ക് പെട്ടെന്ന് എന്നോട് പിണക്കം തോന്നിയത്. പിന്നീട് ചിലർ പറയുന്ന മലയാളത്തിൽ വളരെ ജീനിയസും ഇതുവരെ എക്സ്പ്ലോർ പുറത്തു വരാത്തൊരു, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ പറയുന്നത് 100% ശരിയാണ്. അയാൾ എന്നെക്കാളും 1 വർഷം ജൂനിയറാണെങ്കിലും ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്നത് അദ്ദേഹത്തെയാണ്. കാരണം ഞാനൊരു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ സിനിമയിൽ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് എനിക്കുണ്ടെങ്കിൽ അത് പുള്ളിയുടെ നിന്ന് കിട്ടിയതാണ്. എൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു സിനിമാറ്റിക് ഗ്രാമർ കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി എനിക്ക് തന്നെ അറിയാം. ഞാൻ കൃത്യമായിട്ടും എനിക്ക് മേക്കിങ്ങിൻ്റെ ടെക്നിക്കൽ ഗ്രമാറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല പിടിപാടുണ്ടെന്ന് എനിക്കറിയാം. അത് അഹങ്കാരത്തോടെ പറയുന്നതല്ല, ഒരു കോൺഫിഡൻസ് കൊണ്ട് പറയുന്നതാണ്. അത് കിട്ടിയത് ജിജോയുടെ ട്രെയിനിങ്ങിലാണ്. കാരണം ഈ പടയോട്ടമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ജിജോ ബേസിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബേസിക് ഗ്രാമറൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു വളരെ കാഷ്വലായിട്ട്. ഷൂട്ടിംഗ് സമയത്ത് പലപ്പോഴും എനിക്ക് ചില എക്സസൈസ് തരുന്ന പോലെ ഞാൻ ചോദിക്കാതെ എൻ്റെ അടുത്ത് ഈ ഒരു സീനൊന്ന് ഡിവൈഡ് എടുക്കാൻ പോകുന്നതിന് തൊട്ടുമ്പോൾ പറയും, ഇത് എൻ്റെ ഈ സീൻ തന്നിട്ട് പറയും, ഈ സീനൊന്ന് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് വരാൻ പറയും. ഞാൻ ആദ്യം പേടിച്ച് നിൽക്കും. പക്ഷേ ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിന് അങ്ങനെ അവസരം കിട്ടത്തില്ല, ആരും അങ്ങനെ കൊടുക്കത്തില്ല. ഒരു വലിയ സീനാണ് എനിക്ക് തരുന്നത്, വലിയ ക്രൗഡും കുതിരയും പട്ടാളമൊക്കെ ഉള്ള. ഞാനതിരുന്ന് കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്ത് ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളി പറയും, എന്തിനാണ് ഈ ഷോട്ട് വെച്ചത്, അത് വേണ്ടായിരുന്നില്ല, അതിനൊരു ഇങ്ങനെ ആയിക്കോട്ടെ എന്ന്. അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത് ഒരു കാര്യം, അതല്ല ഇതാണ് നല്ലതെന്നുള്ളത്. അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ ഈ എഡിറ്റിങ്ങും എല്ലാ ഏരിയയിലും സ്റ്റോറിയുടെ സ്ക്രീൻ പ്ലേ എല്ലാത്തിനും പുള്ളിക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ഡിസിഷനുണ്ട്, പുള്ളിക്ക് അറിയാം അത്. പിന്നെ ചിന്തിക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ദി ബോക്സ് എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളത് ഇപ്പം ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമ ചെയ്യുന്നത് അവരാണ്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത ചിന്ത ആദ്യത്തെ 70mm സിനിമ മലയാളത്തിൽ, ഷോലയ്ക്ക് ശേഷം മലയാളത്തിലാണ് സിനിമ 70mm ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് നമ്മളൊക്കെ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഹോളിവുഡിൽ പോയി സിനിമ പഠിച്ച അവസ്ഥയിലാണ്. കാരണം അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് 6 ട്രാക്ക് സ്റ്റീരിയോഫോണിക്കിൽ അത് റെക്കോർഡ് ചെയ്യുകയാണ്. ആ റെക്കോർഡിങ്ങിൻ്റെയൊക്കെ അത് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഷോലയൊക്കെ ലണ്ടനിൽ പോയി ചെയ്യുക, ഇവിടെ അത് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ അതിനു വേണ്ടി നടത്തുന്ന ഒരു ടെക്നിക്കൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. ഈ ട്രാക്കുകളൊക്കെ 24 ട്രാക്കുകൾ നമ്മൾ ഉണ്ടാക്കണം.
ഇരുപത്താറ് ട്രാക്കുകൾ അസൈൻ ചെയ്യുക, ഓരോ ഈ സൗണ്ട് എവിടെയാണ്, പിന്നെ ഈ സറൗണ്ടിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്നൊരു ഒരു എക്സ്പീരിയൻസാണ്, മറ്റാർക്കും കിട്ടാത്ത എക്സ്പീരിയൻസാണ് ആ സമയത്ത്. അന്ന് വേറെ ആർക്കും അത് ചെയ്യില്ല. ഞാനാണ് അതിൻ്റെ കൂടെ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരാളെന്ന് എനിക്കതെല്ലാം വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി 3Dയിലേക്ക് വന്നു. 3Dയുടെ ആദ്യകാലത്ത്, അതിൻ്റെ ആദ്യ ഡിസ്കഷൻ സമയത്തൊക്കെ ഞാൻ അതിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴത്തേക്ക് ഞാൻ മറ്റ് എൻ്റെ സിനിമകളിലോട്ടൊക്കെ പോയ സമയത്ത് അത് പിന്നെ അത് മാറി. എങ്കിലും അന്നേ 3D പിന്നെ പുള്ളി ഈ ഒരു ഇപ്പോഴും അത് വന്നല്ലോ ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പുള്ളി അന്നേ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നും അത് പൂർണ്ണമായിട്ടും ആ ഒരു ടെക്നോളജി ഇവിടെ വന്നിട്ടില്ല. തിയേറ്ററിന് ചുറ്റും വരുന്ന ആൾക്കാർക്ക് ക്യാരക്ടേഴ്സിനെ കാണാം. അത് ഒരു ഹോളോഗ്രാഫിക് പ്രൊജക്ഷനാണത് വരുന്നത്. അതൊക്കെ ഇപ്പോഴും എക്സ്പീരിയൻസ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മണിരത്നം എവിടെയോ ഇൻ്റർവ്യൂവിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിജോ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഞാനൊന്നും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ. ഇപ്പോഴും പുള്ളി തന്നെ ഈ ബറോസ് എന്ന് പറയുന്നത് ഭയങ്കര തോട്ടായിരുന്നു പുള്ളിയുടെ. പിന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ പുള്ളി അതിൻ്റെ ഭാഗമല്ലാതായി മാറിപ്പോയെന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും പുള്ളി വലിയൊരു പ്രോജക്റ്റ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരിക്കൽ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ഒരു ഹോള് മുഴുവൻ ഇങ്ങനെ പുള്ളി പടം വരച്ച് ചുണ്ടൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹിസ്റ്ററി, അതെങ്ങനെ ഉണ്ടായി, അതിനെപ്പറ്റി വലിയൊരു പ്രോജക്റ്റിൻ്റെ പുറകിലാണ് പുള്ളി. ബൈബിള് ആദ്യമായിട്ട് അന്നൊന്നും ചിന്തിക്കുന്ന കാലം മുമ്പ് തന്നെ ബൈബിൾ എന്ന് പറയുന്ന വലിയ ഒരു ക്യാൻവാസിൽ കുറേ എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് 1-2 എപ്പിസോഡ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തി വെക്കേണ്ടി വന്നു. ആ സിനിമയുടെ ഞാനതിനകത്ത് പാർട്ടാകുമെന്ന് എനിക്ക് അറിയുന്നതിന് മുമ്പ് ഫാസിൽ എന്നെ വിളിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് കേൾക്കാൻ വരണമെന്ന് പറയും. അങ്ങനെ ഞാൻ പോയി പൂർണ്ണമായിട്ടും സ്ക്രിപ്റ്റ് തന്നെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ തന്നെ അറിയാം ഇതൊരു ഭയങ്കര ലെവലിൽ വരാൻ പോകുന്ന സിനിമയാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അത്രയും ഗംഭീരമായൊരു എഴുത്തായിരുന്നു അത്. മധുമുട്ടമാണ് ചെയ്തിരുന്നത്. ഹിറ്റാവും, ഇത് അത്ര രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാമെന്ന് അതുവരെ ഉണ്ടാകാതെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഏരിയയിലാണ് ആ സിനിമ നിൽക്കുന്നതെന്നറിയാം. ഞാൻ പിന്നീടാണ് ഫാസിൽ പറയുന്നത് കുറച്ച് ദിവസം വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ചെങ്കോൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഷൂട്ടൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഷൂട്ടിങ് ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുക. അപ്പം പ്രിയൻ പോയി 2-3 ദിവസം ഷൂട്ട് ചെയ്തു. സിദ്ദിഖും ലാലും പോയി ഷൂട്ട് ചെയ്തു. അവർ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്തു വന്നു. അപ്പോൾ ഞാൻ എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഷൂട്ടിങ് തീർന്ന ഉടനെ ഞാൻ ചെങ്കോലും ട്രിവാൻഡ്രത്തെ ഷൂട്ട് ചെയ്തതും മറ്റേ തക്കലയിലുമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ പോയി ഒരു 3-4 ദിവസം ഞാൻ ഷൂട്ട് ചെയ്തു. അതൊരു നല്ല എക്സ്പീരിയൻസാണ്. കാരണം നമുക്ക് നേരത്തെ തന്നെ കഥ അറിയാം, പൂർണ്ണമായിട്ടും കഥ അറിയാം. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ തന്ന ഏരിയയൊക്കെ എനിക്ക് ഫാസിൽ അങ്ങനെ കൃത്യമായിട്ട് കൊടുത്തു. ഓരോരുത്തർക്കും ചെയ്യാൻ കംഫർട്ടബിളായിട്ടുള്ള. ഞാൻ കുറച്ച് പാട്ടാണ് ഷൂട്ട് ചെയ്തത്. പഴം തമിഴ് പാട്ടുകയും ആ പാട്ടിൻ്റെ കുറച്ച് പോർഷൻസ് കുറേയൊക്കെ ഇവരിവിടെ ഇവിടുത്തെ തൃപ്പൂണിത്തുറ പാലസിലും ചെയ്തു, നേരത്തെ ചെയ്തായിരുന്നു. ആ ചെയ്യാത്ത കുറേ പോർഷൻസ് എനിക്ക് തന്നു. പിന്നെ ലാലും സുധീഷും കൂടെ ഒരു ട്രാവൽ പോകുന്നുണ്ട് ഇവരുടെ പഴയ കഥ. അത് അങ്ങനത്തെ കുറേ പോർഷൻസാണ് ഞാൻ ചെയ്തത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ വെറുതെ നിന്നു അത് കാണാൻ വേണ്ടിയിട്ട്. 2-3 ദിവസം അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ക്രിറ്റിസിസം ഉണ്ട് ഇപ്പോഴത്തെ സാറിൻ്റെ ജനറേഷനിലുള്ള ഫിലിം മേക്കേഴ്സ്. പിന്നെ ഈ പുതിയ ജനറേഷനിൽ ഒരു സിനിമാറ്റിക് ഗ്രാമറുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ സത്യനാണെങ്കിലും ജോഷിയാണെങ്കിലും പ്രിയദർശനാണെങ്കിലും സിനിമകൾ ആ ഒരു പണ്ടത്തെ വിജയം കണ്ടു വന്നിട്ടില്ല. സോ അതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ പുതിയ സിനിമയുടെ ഗ്രാമർ എന്ന് പറയുന്നത് ശരിക്കും അതിനെ ഗ്രാമറെന്ന് വിളിക്കാമെന്ന് എനിക്കറിയില്ല. അവരുടെ മേക്കിംഗ് സ്റ്റൈല് ചിലപ്പം അവർ വേറെ രീതിയിലായിരിക്കും കാണുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചില എഡിറ്റിംഗ്
പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലെന്ന് അറിയത്തില്ല എനിക്ക്. കാരണം ഇവരെ സംബന്ധിച്ചുള്ള ഇവർ ശീലിച്ച് വരുന്നത് ചിലപ്പോൾ നമ്മൾ കാണുന്ന ചില റീൽസ്, ഷോർട്ട് ഫിലിംസ് എന്നൊക്കെ പറയുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ചെറിയ ഒരു കണ്ടൻസ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന ചെറിയ അതാണ് അവർ ശരിയെന്ന് ചിന്തിക്കുകയും അതാണിക്ക് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ കണ്ടൻറ്റിനെ കുറിച്ചുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ടവരും എൻ്റെ സിനിമകൾ കണ്ടു വളർന്നവരും ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലല്ല ഇവർ ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും ടെക്നോളജിക്കൽ ഒരു ഏരിയയിലല്ല നമ്മൾ വളർന്നു വന്നതൊക്കെ. എൻ്റെ വീട്ടിലൊക്കെ ഫോൺ വരുന്നതൊക്കെ ഞാൻ വളരെ ലേറ്റായിട്ടാണ് ലാൻഡ് ഫോൺ വരുന്നത്. ഞാൻ മദ്രാസിൽ പോയി എൻ്റെ കല്യാണം കഴിഞ്ഞ് മദ്രാസിൽ പോയി താമസിക്കുന്ന സമയത്ത് ഒരു ലാൻഡ് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് രാജീവ് ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ജോർജിൻ്റെ റെക്കമെൻഡേഷനിൽ കൊടുത്തിട്ട് തന്നെ ഒരു മാസം കഴിഞ്ഞാണ് ലാൻഡ് ഫോൺ കിട്ടുന്നത്. അത്ര ബുദ്ധിമുട്ടാണ് ഒരു ലാൻഡ് ഫോൺ കണക്ഷൻ കിട്ടാൻ. അവിടെ നിന്ന് നമ്മളിപ്പോൾ അവിടെ പോയി സിം മേടിച്ചിട്ട് ഫോണായി കമ്മ്യൂണിക്കേഷൻ ലോകത്തിലെല്ലാവരും കാണാൻ അപ്പോൾ അവരതാ കണ്ടുപിടുന്നേക്കുന്നത്. 90s എൻഡിലാണ് നമുക്ക് മൊബൈൽ ഫോൺസൊക്കെ വന്നു തുടങ്ങുന്നത്. അതിനുമുമ്പ് വലിയ സാറ്റലൈറ്റ് ഫോണൊക്കെ വെച്ച് ഒരാൾ നടക്കുന്നത് ഞാൻ ആദ്യം കാണുന്നത്. സാറ്റലൈറ്റ് പോലത്തെ വലിയ സാധനമൊക്കെ വെച്ചിട്ട്, ഈ വാക്കി ടോക്കിയുടെ പോലത്തെയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ടെക്നിക്കൽ അവർ ജനിച്ചു വളരുമ്പോൾ കാണുന്നത് വേറൊരു ലോകമാണ്. നമ്മൾ കണ്ട ലോകമല്ല അവർ കാണുന്നത്. ഈ യങ്സ്റ്റേഴ്സ് നമ്മൾ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ വരുന്നവരും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, അല്ല 20-30 താഴെയുള്ളവരാണ്. അപ്പോൾ അവർ ജീവിച്ച അവരുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഓരോ വ്യക്തികളും ഓരോ തുരുത്തുകളായി മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഇപ്പോഴും നമ്മൾ പോലും അങ്ങനെ ആയി മാറും. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഫോണിനകത്താണ്. തൊട്ടടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ വീട്ടിൽ തന്നെ ഡൈനിങ് ടേബിളിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇതിൽ ചുരണ്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ജനറേഷൻ വരുന്നതുകൊണ്ട് അവർക്ക് നമ്മൾ അനുഭവിച്ചൊരു ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ, ഫാമിലി ബോണ്ടിങ്ങിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അവർക്കില്ലാത്തതുകൊണ്ട് അവർക്കിഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകൾ വേറെയാണ്. അവരിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തമാശ പോലെ തിരിഞ്ഞു പോകാവുന്നൊരു കാര്യങ്ങളാണ്. തിയേറ്ററിൽ അവസാനിപ്പിച്ച് പോകുന്ന സിനിമകൾ അത് പിന്നെ അവർ ക്യാരി ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ കുറേ മുമ്പ് ഡിസ്കസ് ചെയ്ത പല സിനിമകളും 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സിനിമകളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് നമ്മൾ തിയേറ്ററിൽ കളഞ്ഞിട്ട് പോകുന്നിട്ടില്ല, അത് നമ്മുടെ കൂടെ പോകുന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ കൂടെ പോകുന്ന അവരിപ്പം ഈ പറയുന്ന പടങ്ങളൊക്കെ അവർ കണ്ടിട്ട് ഇപ്പോൾ അവനെ കൊള്ളാമെന്ന് പറയുന്നുവെങ്കിൽ അത് ഇപ്പോഴാണ് അത്തരം ഒരു കണ്ടൻറ്റിനെ പറ്റി ഇപ്പോൾ കാതിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ കണ്ട കൂട്ടത്തിൽ ആരോ ഇയാൾ ഭയങ്കര ആക്ടറാണല്ലോ. ആ സിനിമയിൽ 2 സീനിലാണ് മമ്മൂട്ടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമ്മൾ കാണുന്നത്. ഭയങ്കര നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഒരു 2 മൊമെൻറ്റ്സ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാൾ അയച്ചു തന്നു, സാറേ ഇതാണ് പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരാൾ, എടാ നീ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ തനിയാവത്തും, ഇയാൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സിനിമയ്ക്ക്. പക്ഷേ അത്തരം കാര്യങ്ങളെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം ഇമോഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ റിലേഷൻഷിപ്പിൽ? അത്രയും അവർ പിന്നെ അണുകുടുംബങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും പിന്നെ അവരവരുടെ സ്പേസിലേക്ക് മാറുന്നു. വീട്ടിൽ ചെന്നാൽ തന്നെ താഴേന്ന് മോനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണമെങ്കിൽ മെസ്സേജ് അയക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അവരുടെ മാറ്റത്തിനുള്ള സിനിമകൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കതറിയില്ല. അവർക്ക് വേണ്ടത് കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് അതായിരിക്കാം മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നതിനോട് അത്ര ശരിയല്ല. കാരണം നമ്മുടെ മേക്കിംഗ് ആണ് ശരിയെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഈ ന്യൂ ജനറേഷൻ സിനിമയുടെയൊക്കെ തുടക്കകാലത്ത് വന്ന എൻ്റെ സിനിമയാണ് അപൂർവരാഗം. അത് ഇതിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ ആ ചെറുപ്പക്കാരുടെ അവരുടെ ലൈഫ് തന്നെയാണ് അത് പറഞ്ഞേക്കുന്നത്. ഈ പ്രണയബന്ധങ്ങളിലുണ്ടാകുന്ന ചീറ്റിങ് എന്നൊക്കെയാണ് അതിനകത്ത് വന്നേക്കുന്നത്. അതിൻ്റെ മേക്കിങ്ങൊക്കെ ആ കാലഘട്ടത്തിൻ്റെയും ആ സിനിമയ്ക്ക് യോജിക്കുന്നത് തന്നെയായിരുന്നു. നമ്മൾ പറയുന്ന സിനിമയ്ക്ക് അനുയോജ്യമായ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് എപ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുള്ളത്.
ഇപ്പോൾ കൊത്തെന്ന് പറയുന്ന സിനിമ അങ്ങനത്തെ അത് ഡിമാൻഡ് ചെയ്തൊരു മേക്കിങ്ങാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതല്ലാതെ അപൂർവരാഗം പോലുള്ള സിനിമ കൊത്തെന്ന് പറയുന്ന സിനിമയിലുള്ള ഒരു പേസിലല്ല ചെയ്തത്. അത് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം അതിനകത്ത് തന്നെ ഉണ്ടാകും. ഇപ്പോഴത്തെ ജനറേഷൻ ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യത്യാസം കാണാനുണ്ടോ പണ്ടത്തെ ഇല്ല, അവരൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് പലരും. അവർ നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള മേക്കിംഗ് ആയിരിക്കത്തില്ല അവർ ചെയ്യുന്നത്. അവർ അവരുടേതായിട്ടുള്ള കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മളെ തന്നെ അങ്ങോട്ട് ചേർത്ത് നിർത്തേണ്ടി വരും. ചില കാര്യങ്ങളിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പം അവർക്കും ഒരു ലേണിംഗ് പ്രോസസ്സാണ് നമ്മളോട് വർക്ക് ചെയ്യുമ്പോൾ. ഞാൻ അവരിൽ നിന്നും പഠിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ആക്ടേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ആക്ടേഴ്സിനെയും ഞാൻ വർക്ക് ചെയ്ത പുതിയ ആൾക്കാരിലൊക്കെ എനിക്ക് എല്ലാവരും കംഫർട്ടബിളായിരുന്നു. അവർ എനിക്ക് തോന്നുന്നു നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ, അവർക്കറിയാമല്ലോ. ആരും എനിക്കൊരു കംഫർട്ടബിൾ അല്ലാത്ത ആരും ഉണ്ടായിട്ടില്ല ആക്ടേഴ്സൊന്നും. പിന്നെ ടാലൻറ്റഡാണ് എല്ലാവരും. നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന ആക്ടിങ് രീതികളൊക്കെ മാറിയിരിക്കുന്നു അല്ലേ. പലപ്പോഴും ബിഹേവിയറാണ് ഇപ്പം മോഹൻലാലൊക്കെ ബിഹേവിയർ തന്നെയായിരുന്നു അന്നും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഡ്രാമ ചെയ്യേണ്ടടുത്ത് കൃത്യമായ ആ ഡ്രാമയിലേക്ക് മാറുകയും ചെയ്യും. ഇവർക്ക് അത്രയും ഹെവി ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾക്ക് അവരെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവർക്ക് വളരെ കുറച്ചുകൂടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടല്ലോ. പിന്നെ അവരൊക്കെ അവരുടെ തന്നെ ആയിട്ടുള്ളൊരു ഒരു കൂട്ടുകെട്ടിലാണല്ലോ കൂടുതൽ. അവർക്ക് അവിടെയായിരിക്കും കംഫർട്ടായിട്ട് പരസ്പരം ഇടപെടാൻ വിളിച്ചുകൊണ്ട് അവരെ ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ അവർക്ക്. നമ്മളിപ്പോഴുള്ള ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അത്ര എക്സ്പ്രസീവായിട്ട് നമ്മളടുത്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ സജഷൻസൊക്കെ പറയാനൊക്കെ മടിയുണ്ടാവാം. അതിൻ്റെ കാരണം എൻ്റെ കുഴപ്പമൊന്നും ശരിയായ ഡിസിഷൻ എടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അല്ല എന്തായാലും ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കൊരു ഇത് വർക്കാവുമെന്ന് തോന്നിയിട്ടാണ് ഞാനൊരു സിനിമ തുടങ്ങുന്നത്. കുറേ കഴിയുമ്പോൾ മനസ്സിലായി ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കിത് പെട്ടുപോയി എന്ന് തോന്നുന്ന അവസ്ഥകളുണ്ട്. പിന്നെ തിരിച്ചു പോക്കില്ല. കൊത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, അങ്ങനത്തെ ഒരു റിഗ്രറ്റില്ല. പക്ഷേ അതിന് മുമ്പ് ചെയ്ത ചില സിനിമകളൊക്കെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് നമുക്ക് തോന്നുന്നത്. അത് മുമ്പുണ്ട്. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് വർക്കൗട്ടാകാതെ പോകാറുണ്ട്. ഞാൻ ആ നാടകം കണ്ടായിരുന്നു. കുരുത്തി എന്ന് പറയുന്ന നാടകമാണ്. ഈ ഹേമന്ത് കുമാറിൻ്റെ തന്നെ ഒരു നാടകമാണ്. അത് കാണാനിടയായി. അത് കണ്ടപ്പോൾ എനിക്കതൊരു സിനിമയാക്കണമെന്നൊരു തോന്നലാണ്. കണ്ടംപററി ആയിട്ടുള്ളൊരു വിഷയത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. പലപ്പോഴും അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിനെപ്പറ്റി കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ 1-2 സിനിമകൾ വന്നെങ്കിൽ പോലും അതത്ര ഇമ്പാക്ട്സ് ഉണ്ടായില്ല അന്നത്തെ ആ സമയത്ത് പല കാരണങ്ങളാൽ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കണ്ണൂരിലും. അല്ലെങ്കിൽ അത് അതിൻ്റെ ബേസിക് പിന്നെ ഇടം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബേസ് ഈട കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തൊരു സിനിമയാണത്. കുറച്ചുകൂടെ അല്ല, നല്ല സിനിമ തന്നെയാണത്. പക്ഷേ അതിൻ്റെ വേറൊരു പേസിലാണ് അതിനെ പറഞ്ഞേക്കുന്നത്. ഇത് കുറച്ചും കൂടെ റിയലിസ്റ്റിക്കായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നൊരു നാടകമായിരുന്നു. അപ്പം ഞാനത് കണ്ടപ്പോഴാണ് പുള്ളിയെടുത്തത് നമുക്ക് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചത്. ഞാനത് പ്രതീക്ഷിക്കുകയും ചെയ്തത് ഓഡിയൻസ് അത് നല്ല രീതിയിൽ അതിനെ റിസീവ് ചെയ്യുന്നു. പക്ഷേ തിയേറ്ററിൽ അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയില്ല. ഇല്ല, ഈ ഒരു ട്രെൻഡ് ഉണ്ടായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കൊണ്ടല്ലേ. എല്ലാവരും ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ളവന്മാരെല്ലാം നിരൂപകന്മാരായി മാറിയിട്ടുണ്ട്. അതൊരു ആഴത്തിലുള്ള റിവ്യൂ ഒന്നുമില്ല. അയാളുടെ ഇഷ്ടങ്ങളെ അയാൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നൊരു പ്രവണതയുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയല്ലോ. ഒരു സിനിമ കണ്ടു, നമ്മൾ അടുത്ത ആൾക്കാരോടൊക്കെ പറയാം അത് കൊള്ളത്തില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, എന്തായാലും നല്ലതായാലും ചീത്തയായാലും നമ്മളിങ്ങനെ നമ്മുടെ സർക്കിളിൽ മാത്രം ആണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതല്ല. ഇത് സിനിമ എടുക്കുന്നവരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഇവരത് കുഴപ്പക്കാരാണെന്നൊന്നും വരുത്തിയില്ല, അറ്റാക്ക് ചെയ്യുകയാണ്. അത് ശരിയല്ലല്ലോ. അവരൊരു ക്രിയേറ്റിവിറ്റി
ആണല്ലോ അവരൊരു ക്രിയേറ്റിംഗ് സംതിങ് ഒരു കലാസൃഷ്ടിയെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നല്ലതോ ചീത്ത ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇത് വ്യക്തിപരമായിട്ടൊക്കെ അയാളെ ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു പ്രവണതയല്ലല്ലോ. ഇപ്പം തിയേറ്ററിലേക്ക് ആൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞു ചില സിനിമകളൊക്കെ ഇപ്പോൾ ഓടിയല്ലോ എന്നുള്ളത്. അത് ശരിയായിട്ടുള്ളൊരു നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സിനിമ അല്ലെങ്കിലും ഇവരുടെ റിവ്യൂ ഉണ്ടായാലില്ല, ആ സിനിമ ഓടും. പക്ഷേ ഓടാമായിരുന്ന കുറച്ചും കൂടെയൊക്കെ കളക്ട് ചെയ്യാൻ വലിയ ഹിറ്റാകുക എന്നുള്ളതല്ല, തിയേറ്ററിലേക്ക് ടോട്ടലി ആൾക്കാർ വരുന്ന ആ ട്രെൻഡിനെ ഇല്ലാതാക്കി കളയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡേ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച തിയേറ്ററുകൾ കാലിയായി തുടങ്ങുന്നു. അതിൻ്റെ പുറകെയുള്ള എഫേർട്ടിനെ പറ്റി ആരും ഇത് ചിന്തിക്കുന്നില്ല. അയാൾക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്, അയാളുടെ യൂട്യൂബിനകത്ത് അയാൾക്ക് ലൈക്സും വ്യൂവേഴ്സും കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനേക്കാളും കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരാളുടെ ഒരു ദീർഘകാലത്തെ എഫേർട്ടിനെയാണ് ഇയാളൊരു 2 മണിക്കൂർ ഇത് കണ്ടിട്ട് തകർത്ത് കളയുന്നത്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മറ്റ് ബിയോണ്ട് എല്ലാവരുടെയും കൊണ്ട് കോടതി പോലും 48 മണിക്കൂറിന് ശേഷം റിവ്യൂ ചെയ്യാൻ എന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കും അല്ലേ. പിന്നെ ഈ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഈ സാധനമായിട്ട് നിൽക്കുന്നതിന് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഒരേ ചോദ്യങ്ങൾ തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരു ട്രെൻഡാണോ, ഒരാൾ തന്നെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊരു ട്രെൻഡാണോ, മഞ്ഞൾമേൽ ബോയ്സ് ഞാൻ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ടിപ്പോൾ നമ്മൾ പ്രിവ്യൂ ഷോസുകളൊക്കെ പോകാൻ പേടിയല്ല മടിയാണ്. കാരണം ഈ മണ്ടൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തല കൊടുക്കണ്ടേ. അവൻ ഒറ്റ കാര്യം ചോദിക്കണം, ഇത് ട്രെൻഡാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഒരുത്തൻ. പിന്നെ തോളയിൽ കൈയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി ആൾക്കാർ. ഒരു റെസ്പെക്റ്റ് ഇല്ല, ഒരു പോട്ടെ അവൻ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു മര്യാദ ഉണ്ട്, സാമാന്യ മര്യാദ. അങ്ങനത്തെ ഒരു വലിയ കുഴപ്പം പിടിച്ച് എനിക്കിപ്പോൾ ഇത്തരം ഈ ആൾക്കൂട്ടത്തെ ഈ ക്യാമറയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ തോന്നും. അതേപോലെ ഇപ്പം ഫെബ്രുവരിയെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ 2024 ഫെബ്രുവരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ സിനിമകൾ ബ്രഹ്മയുഗമാണെങ്കിലും പ്രേമലുമാണെങ്കിലും ആണെങ്കിലും വളരെ വ്യത്യസ്ത ജേണറിലുള്ള കുറേ മലയാള സിനിമകൾ വരുന്നത് ഈക്വലി ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഓഡിയൻസിനെ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് ഓഡിയൻസ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഏത് ജോണറിൽ കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് അവരുടെ ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ തോന്നുന്നൊരു അതുണ്ട്. പക്ഷേ അതൊരു എന്താണ് ഒരു സക്സസ് ഫോർമുല ആർക്കും ഇല്ല. ഇതിങ്ങനെ ചെയ്താലൊരു ഫിലിം സക്സസ് ആകുമെന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അല്ലേ. ഒന്നും അതിനകത്തില്ല, ഒരു കളർഫുള്ളായിട്ടുള്ള ഒന്നുമില്ല, ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു മൂഡും ഇല്ല. പക്ഷേ ഭയങ്കര ഗോറി ആയിട്ടുള്ള ചില സീനുകൾ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കാണ് മൊത്തം. ഇപ്പം ഞാൻ അതിൻ്റെ സ്റ്റിൽസ്, അതിൻ്റെ ആദ്യത്തെ പ്രൊമോഷൻസ് സ്റ്റിൽസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കപ്പോൾ അറിയില്ല ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്. എന്നാലും ഒരു അപ്പീലിംഗ് ആണോ, ആൾക്കാരിത് കാണുമോ, ഇത് അട്രാക്റ്റ് ചെയ്യുമോ ആൾക്കാരെ എന്നൊക്കെ ഈ പരസ്യങ്ങൾ. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അത് ഭയങ്കര രീതിയിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല. അത് വലിയ നല്ല അത്തരം സിനിമകൾ കാണാനുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. പക്ഷേ അവരെ ഇങ്ങോട്ട് തടയാതിരിക്കുക എന്നുള്ളത്, ഓരോന്ന് കണ്ടു പോയിക്കോട്ടെ. നമ്മുടെ ഫാമിലി ഓഡിയൻസൊക്കെ തിയേറ്ററിലേക്ക് വരാൻ സമയമെടുക്കും. കാരണം ഒന്നാമത് ഒരു സിനിമ കാണുന്നതിനൊരു ഫാമിലിക്ക് ഇപ്പോൾ നല്ല ഒരു 4 പേരുള്ള ഒരു അപ്പനും അമ്മയും 2 മക്കളും കൂടെ സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു 1000-1500 രൂപ എന്തായാലും ചിലവാകും. ടിക്കറ്റ്, അവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് സ്നാക്സ് കഴിച്ചൊക്കെ പോയി കഴിയുമ്പോൾ അതൊരു സാധാരണ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ അവർ വളരെ കെയർഫുള്ളായിട്ട് ഒരു സിനിമയിലേക്ക് എത്തുന്നതാണ്. അത് അവർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് അഭിപ്രായം, പക്ഷേ കിട്ടുന്ന അഭിപ്രായങ്ങൾ അവരെ അങ്ങോട്ട് ആ ഏരിയയിലൊക്കെ അടുപ്പിക്കുന്നില്ല. അതായി പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഹിറ്റായ സിനിമകൾക്കെല്ലാം വളരെ ഡിഫറെൻറ്റ് ജോണറിലുള്ള സിനിമകളാണ്. പ്രേമലു എന്ന് പറയുന്ന സിനിമ ആ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ അതിനെ എൻജോയ് ചെയ്ത്, അതിന് ശേഷമാണ് പിന്നെ ഫാമിലി വന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ ഈ മഞ്ഞമ്മൽ ബോയ്സും ഈ കോൺട്രവേഴ്സി വരുന്നതിന് മുമ്പേ അത് ഹിറ്റായി കഴിഞ്ഞ സിനിമയാണ്. അതിൻ്റെ ഇടയ്ക്കൊട്ടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പ്രേമൽ വന്നത് കൊണ്ട് കിട്ടേണ്ട ഒരു ഹൈപ്പ് കിട്ടാതെ പോയൊരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നത്. അതും നല്ല സിനിമയാണ്. പക്ഷേ ഈ 2 സിനിമകളും വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അതിന് കുറച്ചും കൂടെയൊക്കെ വ്യൂവേഴ്സ് വരേണ്ടതായിരുന്നു. നഷ്ടമായിട്ടൊന്നുമില്ല, സക്സസ്സാണ്. പക്ഷെ അത് റിസീവ് ചെയ്യുന്നൊരു ഹൈപ്പ് അതിനുണ്ടായില്ല എന്നാണ് തോന്നി. എല്ലാവരുടെയും പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ പോലും നല്ല ഒരു
എന്താണ് സിനിമകൾ ചെയ്യാൻ ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, എഴുതാൻ കഴിയുന്നവരുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ അടുത്ത സിനിമ ഈ ഒന്നോ രണ്ടോ സിനിമകൾ കഴിച്ചിട്ട് ഇവർ എന്തുകൊണ്ടാണ് വാനിഷ്ഡായി പോകുന്നത്, ഡിസപ്പിയറായി പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സ്ട്രെയിനാണ്. അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് വരുന്ന കാര്യം വെച്ചാൽ ഒരു സിനിമ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുത്ത് ഒരു പ്രൊഡ്യൂസറെ കിട്ടി, ഒരു കഥ പറഞ്ഞൊരു ആക്ടറെ കിട്ടി, ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര നാളത്തെ സ്ട്രെയിനാണ് ഇവന്മാർ 1-2 മണിക്കൂർ കൊണ്ട് കോമാളിത്തരം പറഞ്ഞ് കളയുന്നത്. അതിന് നിയമം ചെയ്യാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഈ റിവ്യൂ നടത്തുന്ന കുറേ ആൾക്കാരാണ്. വേറെ എന്തെങ്കിലും ലീഗലി ഇത് തടയാൻ ഒരു മാർഗമില്ല? ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പം പറഞ്ഞല്ലോ, കോടതിക്കും 48 hours എന്ന് പറഞ്ഞത് അത് പക്ഷേ അതിനകത്ത് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതായിരിക്കാം. പക്ഷെ അതൊന്നും ഇതിനോട്ട് പരിഹാരമാകുന്നില്ലല്ലോ. ഈ മെമ്പർ ബോയ്സ് സിനിമയെ വിമർശിച്ചുകൊണ്ട് ജയമോഹൻ എന്ന് പറയുന്ന റൈറ്റർ മലയാളികളുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം, അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നമ്മളതിനെപ്പറ്റി ഒഫീഷ്യലി നമ്മുടെ ഫെഫ്കയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് തന്നെ കൊടുത്തിരുന്നു. അത് ഈ പറയുന്ന പോലെ ഈ കഥയുടെ ഈ പോകുന്ന ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവരെല്ലാം സാധാരണക്കാർ, പെയിൻറ്റ് പണിക്ക് പോകുന്നവരും അങ്ങനത്തെയൊക്കെ ചെറിയ വർക്ക്ഷോപ്പിൽ പണിയുന്ന ആൾക്കാരൊക്കെയാണ്. അവരുടെ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ യാത്രകൾ. അത് സാധാരണമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം അവർ എന്തെങ്കിലും ഒരു യാത്ര പോവുക, ട്രിപ്പ് അടിക്കുക. പിന്നെ ഈ മദ്യപാനത്തെക്കുറിച്ചാണ് അയാൾ പറയുന്നത്. മദ്യപാനം എന്ന് പറയുന്നത് അവരെ മാത്രം കുറ്റമായിട്ട് കാര്യമില്ല, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാനമാണ്. സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്ത് സ്പോൺസേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. ഫാക്റ്റാണ്. ഉണ്ട് നമുക്ക് അതെ. പക്ഷേ അത് മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിലോട്ടോ മറ്റു കാലം നമുക്ക് തമിഴ്നാട്ടിൽ ഞാൻ കുറേ കാലം ജീവിച്ച ആളാണ്, ഇപ്പോൾ നമുക്കറിയുകയും ചെയ്യാം. അല്ല, എല്ലായിടത്തും ഉണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ. മലയാളികളെ മാത്രമായിട്ടും നമുക്കതിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ജയമോഹൻ എന്ന് പറയുന്ന ആൾ കുറച്ചും കൂടെ നമ്മൾ റെസ്പെക്റ്റബിളായിട്ട് കണ്ട ഒരു റൈറ്ററാണ്. അയാൾ മണിരത്നത്തിലൂടെയൊക്കെ സിനിമകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. മലയാളത്തിൽ 2-3 സിനിമകളൊക്കെ ചെയ്തു. പക്ഷേ ഇത്ര ഇറസ്പോൺസിബിളായിട്ടുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒന്നാമത് നമ്മളെ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് മൊത്തം ഒരു സമൂഹത്തെ അങ്ങോട്ട് അടച്ചാക്ഷേപം. ഇപ്പം നമ്മുടെ സിനിമയിൽ കള്ളന്മാരുടെ കഥ പറയുന്നുണ്ട്. അപ്പം മലയാളികളെല്ലാം കള്ളന്മാരാന്ന് പറയും. ഇപ്പം തസ്കർ വീരൻ എന്ന സിനിമയുണ്ട്, അതിനകത്തുള്ള കുറേ കള്ളന്മാരുടെ കഥയാണ്. അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ മേഡേഴ്സ് നടക്കുന്നുണ്ട്, സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതെല്ലാവരും അതങ്ങനെയാണെന്ന് പറയണ്ടല്ലോ. ഇത് ആ ചെറുപ്പക്കാർ അങ്ങനെയാണ്, അവർ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിലെ ചെറുപ്പക്കാർ അവരുടെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ യാത്ര പോകുമ്പം അവർ മദ്യപിക്കും, കാര്യം ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഔട്ട് ഓഫ് ബോക്സ് എന്തെങ്കിലും അഡ്വഞ്ചറസുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നോർമലാണല്ലോ. അത് വെച്ചിട്ട് ഇവന്മാർ പെറുക്കുകയാണെന്നൊക്കെ പറയുന്നതിനകത്തുള്ള ആ വാക്കുകളൊക്കെയാണ് കൂടുതലും പ്രശ്നം. അത് അദ്ദേഹത്തെ പോലെ നമ്മൾ ഒരു റൈറ്റർ എന്ന നിലയിലൊക്കെ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അത് വിപരീത ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഒരു സിനിമയെ അങ്ങനെ ആ ഒരു അർത്ഥത്തിലെടുത്ത് അസസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതിനകത്ത്. ഇതിപ്പം ഇതുകൊണ്ട് ആർക്കും അപകടമില്ല. ഈ സിനിമ കണ്ടിട്ടും ആരും കുടിക്കാൻ പോകുന്നില്ല, കാണാതിരുന്നിട്ടും കുടിക്കാതിരിക്കാനും പോകുന്നില്ല. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ആദ്യത്തെ 4 സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ അപ്പം ആദ്യം മുത്താരംകുന്ന് ചെയ്യുന്നു, പിന്നെ ദൂരെ കിട്ടുന്നു. അതിന് നാഷണൽ അവാർഡ് കിട്ടിയെങ്കിൽ പോലും ഞാൻ ഏത് തരത്തിലുള്ള സിനിമ ചെയ്യേണ്ട ആളാണെന്നുള്ളതിനെപ്പറ്റി എനിക്ക് തന്നെ ബോധ്യം ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു കരിയറിൻ്റെ ദിശ തീരുമാനിക്കപ്പെട്ടത് തനിയാവർത്തനമാണ്. അതാണ് എൻ്റെ സ്ട്രോങ് പോയിൻ്റ് എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാം. അത്തരം ഇമോഷണൽ ഡ്രാമാസാണ് എൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ് എന്നുള്ളത് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നതിന് ശേഷമാണ്. അപ്പോൾ ലോഹി എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ടീമിങ് അപ്പിലാണ് ഞാനെന്ന ഡയറക്ടർ ഉണ്ടാകുന്നത്.
അതുവരെ അല്ലെങ്കിൽ ഞാനൊരു മീഡിയക്കർ ഡയറക്ടറായിട്ട്, ഇപ്പോഴും മീഡിയക്കറിന് വലിയ മുകളിലൊന്നും അല്ലെങ്കിൽ പോലും ഒരു സാധാരണ വന്ന് ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരാളായിട്ട് അങ്ങ് നിന്ന് പോയേനെ എന്നാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു റൈറ്റർ സപ്പോർട്ട് വന്നപ്പോഴാണ് നമുക്ക് നമ്മളിൽ ഉള്ള ഒരു കഴിവുകളെ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റിയത്, കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്യാൻ പറ്റിയത്, മെമ്മറബിളായിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഉണ്ട്. നല്ലൊരു റൈറ്റർ സപ്പോർട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. നല്ല ഒരു റൈറ്റർ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ശരിയാകാതെ പോയ സിനിമകൾ ഒരുപാടുണ്ട്. റൈറ്റിംഗ് ഇൻ സിനിമ ഇപ്പം നല്ല നല്ല കുറേ സിനിമകൾ വരുന്നുണ്ടെങ്കിലും ഈ ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ് ഇൻ സിനിമ കുറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഹസ് കം ഡൗൺ എന്നത് ഇപ്പം നമ്മുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്ന ലെവലിൽ ഇപ്പം ആ കാലഘട്ടത്തിൽ പത്മരാജനും ഭരതനും ജോഹിയും എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം വളരെ ഉണ്ട്, 1-2 പേര്. ഇപ്പോൾ ശ്യാം പുഷ്കറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ട് ചിലരൊക്കെ അവരുടെ 1-2 സിനിമകളുടെ ഒരു മാജിക്കിന് ശേഷം അവരൊക്കെ ഡിസിപ്പയർ ആകുന്നുണ്ട്. മറ്റു പലരൊക്കെ ശ്യാം പുഷ്കറാണ് കുറച്ചുകൂടെയൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് സിനിമകൾ ചെയ്തു വരുന്നൊരു റൈറ്റർ ഇപ്പോൾ ഉള്ളതിൽ. പിന്നെ അവർ 1-2 സിനിമകളുടെ ഒരു മാജിക്കിൽ തീർന്നു പോകുന്നവരുണ്ട്. ഈ പറയുന്ന പോലെ വേറൊരു ലെവലിലേക്ക് കയറി വരുന്നവരാരെയും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു കെമിസ്ട്രി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു കഥയുടെ, എൻ്റെ അടുത്തൊരു കഥ ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കഥയുടെ ഒരു വേഗമായിട്ടുള്ള ഔട്ട്ലൈൻ ആയിരിക്കും പറയുക. അപ്പോൾ തന്നെ എനിക്കത് എന്താണെന്നുള്ളത് മനസ്സിലാവുകയും ഞാൻ എൻ്റെ മനസ്സിലും അതിനെ വളർത്താൻ തുടങ്ങും. എഴുതി വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിൽ അദ്ദേഹം എഴുതും. അപ്പോൾ അദ്ദേഹത്തിന് എനിക്കും ഒരു ചലഞ്ചാണ്. അദ്ദേഹം എഴുതുന്നതിൻ്റെ മുകളിൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചലഞ്ച്. സതയം. കോംപ്ലക്സിറ്റി ഓഫ് ദ സ്ക്രിപ്റ്റ്. പിന്നെ ആ സിനിമ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ മാത്രമല്ല, അതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഏരിയയിലൊക്കെ. ഇപ്പോൾ ജയിലിനകത്താണ്, അതിൻ്റെ ഒരു ചെറിയ ഒരു 8x10 ഒരു സെല്ലിനകത്താണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ടുള്ള. ഇയാളെ കൂടുതൽ സമയം അതിനകത്താണല്ലോ. അതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഗാഡ്ജറ്റ്സും ഇല്ല. നമുക്കൊരു ട്രാക്ക് ഇടാൻ പറ്റത്തില്ല, ഒരു ട്രാക്ക് ട്രോളിയോ അല്ലെങ്കിൽ ക്രെയിനോ ഒന്നുമില്ല. നമ്മൾ കൂടുതലും സ്റ്റാറ്റിക് ഷോട്ട്സിലൊക്കെയാണ് അത് ചെയ്യേണ്ടത്. അപ്പം അത്തരം ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ചലഞ്ചസിനെയൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അത് ആൾക്കാർ ഇപ്പോൾ നമ്മളത് കാണുമ്പോൾ എന്താണ് നമ്മളെ ഉള്ളിൽ നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ സീനുകൾ ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ പലപ്പോഴും ഇത്തരം ടെക്നിക്കലി ഗാഡ്ജറ്റ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾക്ക് ഏതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട വിഷ്വൽ ഷോട്ട് എന്നൊക്കെ പറയുന്നതിനാണ് നമ്മളിത്തരം സൂമ്, ട്രോളി, ക്രെയിനൊക്കെ ഓരോന്ന് അതിൻ്റെ സാന്ദർഭികമായിട്ട് അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നുമില്ല. നമ്മളും ഒരുമാതിരി ഹെൽപ്ലെസ്സായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഒരു ക്യാമറ മാത്രമുണ്ട്, അത് വെച്ചിട്ട് ഇവരെ ഈ ഇമോഷൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളതിൻ്റെ. പിന്നെ ഈ കോംപ്ലക്സിറ്റി ഓഫ് ദ സ്ക്രീൻ പ്ലേ, അത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് നന്നായി ചെയ്തു എന്ന് എനിക്ക് ഒരു വിശ്വാസമുള്ള സിനിമയാണ്.